പക്ഷെ നിങ്ങൾ ഈ 21ാമത്തെ വയസ്സിൽ സാധാരണ ബിസിനസ്ക്ക് വരുമ്പോൾ ഫാമിലി എന്ന് പറയില്ല, എനിക്ക് പഠിക്കാൻ പോയിക്കൂടെ. ലൈഫിൽ ഞാൻ പറഞ്ഞ നമുക്കൊരു നമ്മളെ പാഷന്, നമ്മളെ വിഷന്, നമ്മളെ ഫാമിലിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ സക്സസ് ആണ്. പറ്റിക്കുക എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ എല്ലാവരും പറ്റിച്ചെന്നല്ല, പക്ഷെ പലരുടെയും സഹായത്തോടെ ഞാൻ ഇവിടെ എത്തിയത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച് കൂടെ ഉണ്ടാവുന്ന കരുതി വരെ പറ്റിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ നമ്മളറിയാത്ത മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൈ പിടിച്ച് വന്നവർ നമ്മളെ പറ്റിച്ചു. നിങ്ങൾക്കൊരു നീഡ് ഉണ്ടായിരുന്നു, യെസ്, അറ്റ് എനി കോസ്റ്റ് ചെയ്തേ മതിയാവും എന്നുള്ളൊരു നീഡ് ഉണ്ടായിരുന്നു. ബിസിനസ്സിനകത്ത് ശരിക്കും ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. നിങ്ങൾ ആ സ്റ്റോറി പറഞ്ഞ സമയത്ത് തന്നെ അവിടുന്ന് ആ സപ്പോർട്ട് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഒരു ഗ്രോത്തിലേക്ക് അത് എത്തില്ല. ഞങ്ങളുടെ ഇനീഷ്യൽ ക്യാപിറ്റൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തുടക്കത്തിൽ ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ചെറിയ രീതിയിൽ ടൈല് എഗൻസ്റ്റോട് കൊണ്ടുവച്ചിട്ട് ഓർഡർ കൊടുത്തിട്ട് കിട്ട കാശ് ചെയ്യുന്നു. പക്ഷേ ഞങ്ങളെ വിഷൻ, 2 ചെക്കന്മാരാണ്, എൻ്റെ ഏട്ടൻ ഇങ്ങോട്ട് 4 വയസ്സ് കൂടുതലുള്ളൂ. ഞങ്ങളെ വിഷൻ മനസ്സിലാക്കിയ ഒരു ബാങ്ക് മാനേജർ ഉണ്ടായിരുന്നു. എൻ്റെ പേഴ്സണൽ വിഷൻ, സിൽവാൻ്റെ വിഷനെ നേരത്തെ പറഞ്ഞു, എൻ്റെ പേഴ്സണൽ വിഷൻ 2030 ആകുമ്പോഴത്തേനും, അല്ലെങ്കിൽ ഞാൻ മരണപ്പെട്ട് പോകുന്നതിൻ്റെ മുന്നേ 1000 ആളുകൾ ഓണ്ടർപ്രണർ ആക്കിയിട്ട് മരിക്കുക എന്നുള്ളത് എൻ്റെ സ്വപ്നം. നമസ്കാരം. ഫൗണ്ടേഴ്സ് ടോക്കിൽ ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ബിസിനസ് മേഖലയിലും അതോടൊപ്പം തന്നെ സ്വന്തം ബ്രാൻഡ് ലെവലിൽ, ഒരു ബ്രാൻഡിങ് ലെവലിൽ സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ് കെട്ടിപ്പടുക്കുകയും മോട്ടിവേഷണൽ ട്രെയിനിങ് മേഖലയിലും ഒരു സ്പീക്കർ എന്നുള്ള നിലക്കും ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലക്കും ഒക്കെ നമ്മളോടൊപ്പം പേരെടുത്തിട്ടുള്ള സിൽവാൻ ഗ്രൂപ്പിൻ്റെ ഫൗണ്ടർ ഡയറക്ടറായിട്ടുള്ള സിൽവാൻ മുസ്തഫ സാറാണ്. അപ്പോൾ വളരെ സ്നേഹത്തോടെ ഇന്നത്തെ ഈ ഫൗണ്ടേഴ്സ് ടോക്കിലേക്ക് സിൽവാൻ സാറിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. താങ്ക് യു. സിൽവാൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് 2 ഷട്ടറിൽ നിന്ന് തുടങ്ങി ഇന്ന് 10 രാജ്യങ്ങളിലായിട്ട് വളർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സിൽവാൻ എന്ന് പറയുന്ന ഗ്രൂപ്പ്. ശരിക്കും എങ്ങനെയായിരുന്നു സിൽവാൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്ന ഒരു ഭാഗം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് വന്നത് എവിടെ നിന്നായിരുന്നു? സിൽവാൻ്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഏതൊരു പ്രവാസി മലയാളികളെ പോലെയും നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു കുടുംബമായിരുന്നു നമ്മളൊക്കെ. നമുക്ക് ഓൾറെഡി എക്സ്പീരിയൻസ്, കേരളത്തിൽ ബിസിനസ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഇല്ല. ഗൾഫിൽ ഫാദറിനൊക്കെ ബിസിനസ് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ അതൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. ബിസിനസ്സൊക്കെ നിർത്തി ആകെ പൊട്ടി പാളീസായിട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ വരുന്നത് ഒരു ആക്സിഡൻ്റലി ജ്യേഷ്ഠനൊക്കെ ഒരു വയ്യാതായ സമയത്താണ് ഒരു ബിസിനസ്സിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന് ഇരിക്കാൻ വേണ്ടി തുടങ്ങിയത്. എവിടെ, നാട്ടിലാണോ അതോ? നാട്ടിൽ ജ്യേഷ്ഠന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ജ്യേഷ്ഠനക്ക് വയ്യാതിരിക്കുന്ന സമയത്താണ് നമ്മൾ ബിസിനസ്സിലേക്ക് കടക്കുന്നത്. എത്ര വയസ്സായിരുന്നു ആ ഒരു പ്രായം? എനിക്ക് 21 വയസ്സാണ്. 21 വയസ്സിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് 21 വയസ്സ് കഴിഞ്ഞിട്ട് നിൽക്കണം, ഡിഗ്രി കഴിഞ്ഞിട്ട് നിൽക്കണം. അടുത്ത എനിക്ക് ജേർണലിസം പഠിക്കാൻ നിൽക്കുന്ന ഒരു ഓപ്ഷനിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മളുണ്ടല്ലോ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ടെൻഷൻ അടിച്ചിട്ട് വീട്ടിൽ നിന്ന് അങ്ങനെ പല അസുഖം വരും. അവരുടെ മൈൻഡ് മാറാൻ, അവർക്കൊരു വരുമാന മാർഗത്തിന് വേണ്ടിയിട്ട് നമ്മളെ സുഹൃത്തിൻ്റെ ബിൽഡിങ്ങിൽ തുടങ്ങിയതാണ് സിൽവാൻ എന്ന് പറഞ്ഞിട്ടുള്ള ടൈൽ ഷോറൂം പുത്തനത്താണിക്ക്. പിന്നീട് അത് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ അവരെ വീട്ടിലെ ചിലവ് ചെയ്യാനും, അവരെ ചിലവ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഞങ്ങളെ വീട്ടിലെ ചിലവ് ചെയ്യാനും പറ്റുന്ന രീതിയിലേക്ക് അത് മാറി, അദ്ദേഹം മാറ്റി എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നത് 700ഓളം സ്റ്റാഫുള്ള 10ഓളം കൺട്രിയിൽ പ്രസൻസ് ഉള്ള വലിയൊരു ബ്രാൻഡായിട്ട് സിൽവാൻ ഗ്രൂപ്പ് മാറി എന്നുള്ളതാണ്. അത് ഒരു സാധാരണക്കാരൻ്റെ ഒരു വിജയമായിട്ടാണ് കാണാൻ പറ്റുക. പക്ഷേ നിങ്ങൾ ഈ 21ാമത്തെ വയസ്സിൽ സാധാരണ ബിസിനസ്ക്ക് വരുമ്പോൾ ഫാമിലി എന്ന് പറയില്ല, എനിക്ക് പഠിക്കാൻ പോയിക്കൂടെ. അതായത് ആ ഒരു ടേമിൽ, ആ ഒരു രീതിക്കാണ് അവർ സംസാരിക്കുക, എനിക്ക് പഠിക്കാൻ പോയിക്കൂടെ എന്നൊക്കെ ആ ഒരു ഏജിൽ നമ്മളടുത്ത് പറയുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് അങ്ങനെ ടാക്കിൾ ചെയ്തത്? എന്നോട് ഫാമിലി ഈ ഒരു പണിക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കുന്ന സമയമാണ്. പെരിയിൽ പ്രശ്നമായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ PGക്ക് പോവാതെ അല്ലെങ്കിൽ ഇതിന് പോകാതെ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യണം. ജോലിക്ക് എങ്ങനെ പോകണം? വീട്ടിൽ അത്രയും പ്രസന്റ്. കാരണം ഞാൻ ഈ അസുഖത്തിന്റെ കഥ അങ്ങനെ പറയാത്ത, കുറേ ചാനൽ പറഞ്ഞുകൊണ്ട് ഒരു നെഗറ്റീവ് ആയതുകൊണ്ട് പറയാത്തതാണ്. അങ്ങനെ അത്രയും പ്രയാസത്തിലേക്ക് പോയിട്ടുണ്ട് വീട്. ഞാൻ പറഞ്ഞില്ല, ജാസ്റ്റ് പണ്ട് നമുക്ക് ഗൾഫിൽ സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പട്ടി പോളിസായ സമയത്താണ് എൻ്റെ ജീവിതം, എൻ്റെ കുട്ടിക്കാലം. അപ്പോൾ ടൈൽസ് വന്നാണ് നിങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. ടൈൽസ് നല്ല തുടങ്ങിയത്, ഓടാണ് നമ്മൾ തുടങ്ങിയത്. വീടിന്റെ മേലെ ഓടുന്ന് തുടങ്ങി. അതിൽ ഞങ്ങൾക്ക് ഒരാൾ പണി തന്നു. അങ്ങനെ ഞങ്ങൾ ടൈൽസിലേക്ക് മാറിയത്. അത് കൊടുന്നേരുന്ന ആളെ ഞങ്ങൾക്ക് ഒരു പണി തന്നു. അപ്പോൾ തുടക്കത്തിലെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ആളുകൾ പറയാനുള്ളത്, തുടക്കത്തിലെ നമ്മളെ കൊണ്ട് പല രീതിയിൽ നമുക്ക് കെണികളായിരിക്കും, അടികളായിരിക്കും എല്ലാ സൈഡിൽ നിന്നും കിട്ടുക. അത് നമ്മളെ നഷ്ടപ്പെടുന്ന പൈസകളൊക്കെ നമ്മൾ ആ സംഗതി പഠിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത്, ആ കോഴ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് പോലെ കണ്ടാൽ മതി. അത് ഇപ്പോഴത്തെ ഡോക്ടറെ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് പറയാൻ പറ്റും. അന്ന് അങ്ങനെ കാണാനുള്ള കാശില്ല. അത് കാണാൻ അങ്ങനെ അത് ഇൻവെസ്റ്റ് ചെയ്തെന്ന് കാശ്, കാരണം ഈ കാശ് ഒന്ന് പുറത്തുനിന്ന് കിട്ടിയിട്ട് വേണം. ഇതിന്റെ ഞാൻ ഓരോ അടികളും ഒരു ആണിയെ തറപ്പിക്കാൻ, ഒരു പലയിൽ തറപ്പിക്കാൻ കൊടുക്കുന്ന സ്ട്രോങ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് കിട്ടുന്ന ഓരോ അടികളും അവരടിക്കുകയാണെങ്കിൽ പോലും ഞാനത് എന്നെ ഭൂമിയിൽ ഉറപ്പിച്ച് നിർത്താൻ കിട്ടുന്ന ഒരു അടിയായിട്ടാണ് കണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ കൂടെ നിന്നവർ വരെ പറ്റിച്ചു. പറ്റിക്കുക എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ എല്ലാവരും പറ്റിച്ചെന്നല്ല, പക്ഷെ പലരുടെയും സഹായത്തോടെ ഞാൻ ഇവിടെ എത്തിയത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച് കൂടെ ഉണ്ടാവുന്ന കരുതി വരെ പറ്റിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ നമ്മളറിയാത്ത മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൈ പിടിച്ച് വന്നവർ നമ്മളെ പറ്റിച്ചു. അതെ,
സ്വാഭാവികമായിട്ടും. അപ്പോൾ നമ്മൾ സത്യത്തിൽ ഒരു സാധാരണ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് അതോട് കൂടെ തകർന്നു പോകും. അവിടുന്ന് നമ്മൾ തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഇതൊന്നും എൻ്റെ ഒരു കഴിവല്ല. ആക്ച്വലി നമ്മൾ നമ്മളെ ബ്രദറിന് വേണ്ടി തുടങ്ങിയൊരു സ്ഥാപനമാണെങ്കിൽ പോലും അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഒരു മെയിൻലി ഫൗണ്ടേഷൻ ചെയ്ത ജാഷനാണ്. നിങ്ങൾക്ക് ഒരു നീഡ് ഉണ്ടായിരുന്നു, അറ്റ് എനി കോസ്റ്റ് ചെയ്തേ മതിയാവും എന്നുള്ളൊരു നീഡ് ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് സാധാരണ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്നത് 9 മണിക്ക് വന്ന് 5:30 മണിയാകുമ്പോൾ വീട്ടിൽ പോകുന്ന ഒരു സെറ്റപ്പാണ് പല ആൾക്കാരും ആഗ്രഹിക്കുന്നത്. അത് ഇനിയിപ്പോൾ ജോബാണെങ്കിലും ബിസിനസ് ആണെങ്കിലും അത് കഴിഞ്ഞിട്ട് അടിച്ചു പൊളിച്ച് നടക്കുക എന്നുള്ളതാണ്. നിങ്ങളെ തുടക്കകാലത്ത് നിങ്ങൾ ഇതേപോലെ 9 to 5 റൂള് ഫോളോ ചെയ്ത ആളാണോ? അത് കറക്റ്റ് ഫാമിലിക്കൊക്കെ, പിന്നെ ഫാമിലിന്റെ ടൈം എല്ലാവരും പറയുന്ന ഒരു വിഷയമാണ്. ഇതൊക്കെ നിങ്ങൾ എങ്ങനെയായിരുന്നു ചെയ്തത്? അല്ല, ലൈഫിൽ അത് പറയുകയാണെങ്കിൽ എൻ്റെ തുടക്കത്തിൽ ബിസിനസ്സിൻ്റെ കഥകൾ പറഞ്ഞു പോകുമ്പോൾ അതിൽ ലെവലെത്തുമ്പോൾ ഞാൻ ഗൾഫിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരുന്ന ഒരു സംഭവമുണ്ട്. തിരിച്ച് നാട്ടിലേക്ക് വരുന്നത് ഇത് ഞാൻ ജാഷക്ക് തുടർത്തിട്ട് എനിക്ക് ജീവിക്കാനുള്ള മാർഗ്ഗമായിട്ടില്ല, ചെറിയ പരിപാടിയാണ്. ഞാൻ ഗൾഫിലേക്ക് പോകണേ. ഗൾഫിൽ നിന്ന് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നിട്ട് വീണ്ടും ഇതിൻ്റെ ഹോൾസെയിൽ ഡിവിഷൻ ഏറ്റെടുക്കുന്ന സമയമുണ്ട്. ആ സമയത്ത് എൻ്റെ കുട്ടിയുടെ ഫസ്റ്റ് എനിക്ക് കുട്ടി ഉണ്ടായിട്ട് അതിൻ്റെ ബർത്ത്ഡേ ആണ്. ആ ബർത്ത്ഡേക്ക് എനിക്ക് കേക്ക് മുറിക്കാൻ വേണ്ടി വീട്ടിൽ കേക്ക് കൊടുത്തിട്ട് ആ കേക്ക് മെൽട്ടായി പോകുന്ന വരെ എനിക്ക് വീട്ടിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അന്ന് എൻ്റെ വൈഫ് എന്നോട് കാര്യം പറഞ്ഞു, ഇതിലേനല്ലെങ്കിൽ ഗൾഫിലേക്കായിരുന്നു, 1 മാസമെങ്കിലും കറക്റ്റ് കിട്ടുമായിരുന്നു. അന്ന് ഞാൻ അവളോട് കാര്യം ചോദിച്ചു, നീ എനിക്ക് സമാധാനമായിട്ട് 2 കൊല്ലം തരുമോ? എന്നെ ഇങ്ങനെ ആവശ്യപ്പെടാതെ എൻ്റെ വീട്ടിൽ വരുന്നുണ്ട്, കല്യാണത്തിന് പോകണം, നിങ്ങളെ കിട്ടിയില്ല എന്ന് പരാതിപ്പെടാതെ 2 കൊല്ലം തന്നാൽ എന്നെ നിനക്ക് ഫുള്ളായിട്ട് തരാറുണ്ട്. ഇത് ഭയങ്കര, നിങ്ങൾ പറഞ്ഞ ഭയങ്കര വലിയ പോയിന്റാണ്. കാരണം പല ആൾക്കാരും ലൈഫിൽ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ വീട്ടിൽ നിന്ന് ഭയങ്കര ഒരു പ്രഷർ സാധാരണയായിട്ട് എല്ലാവർക്കും വരുന്നതാണ്. അതിൽ നമുക്ക് നമ്മളെ ഫാമിലി, നമ്മളെ ഉമ്മാരുടെ അടുത്ത് നിന്ന്, നമ്മളെ വൈഫിൻ്റെ അടുത്ത് നിന്നൊക്കെ സപ്പോർട്ട് കിട്ടിയാൽ, അതായത് നമുക്ക് നമ്മളെ മൈൻഡ് 100% കൊടുക്കാനുള്ള ഫ്രീഡം കിട്ടണം. അവിടെ ഇങ്ങനത്തെ ഇറിറ്റേഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളെ ആ ഒരു സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതെ, അത് എനിക്ക് അവരേക്ക് കിട്ടിയ സപ്പോർട്ടോട് കൂടെ പിന്നെ 2 കൊല്ലം എനിക്ക് കോൺസെൻട്രേഷൻ ഈ ബിസിനസ്സിലായിരുന്നു. പക്ഷേ എൻ്റെ പിന്നെ പകരം ഞാൻ അവൾക്ക് കൊടുത്തെന്താ അറിയോ, 2010 ഞങ്ങൾ കല്യാണം കഴിഞ്ഞത്. ഞങ്ങളുടെ 10ാം വാർഷികം 2020 ആഘോഷിച്ചത് ക്യൂൻ എലിസബത്ത് പറഞ്ഞ നമ്മളെ ദുബായിൽ നിന്ന് നമുക്ക് എടുക്കുന്ന കപ്പലിൽ വെച്ചിട്ടാണ് ഞങ്ങളെ കൊടുത്തു. എന്നിട്ട് അവളോട് പറഞ്ഞു ഇതാണെന്ന്. മാത്രമല്ല പിന്നെ ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറി എങ്ങനെ വെച്ചു. പിന്നെ എൻ്റെ ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറി ഒരു ദിവസമാണ്. പിന്നെ ഇതേപോലെ തന്നെ വേറെ ദിവസം അതിലേറെ ഗ്രാൻഡായിട്ട് ഓരോ 4 മക്കളായിപ്പോൾ മക്കളും കൂടെ ഒരു വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾ ആഘോഷിച്ചത് സ്വിറ്റ്സർലാൻഡിലാണ് വിത്ത് ഫാമിലിയോട് കൂടെ. അപ്പോൾ അതിനൊക്കെ വലിയ എമൗണ്ട് ചിലവ് വരും. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ അന്ന് തന്ന ക്ഷമയാണ് ഇന്ന് ഇത്രയും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം പല ആൾക്കാരും കല്യാണം കഴിഞ്ഞിട്ട് നമ്മളെ കൊടുത്ത് തന്നെ ഭയങ്കര ഫാമിലി പ്രഷർ കാരണം സ്റ്റേബിൾ ആയിട്ട്, അതായത് നമ്മളൊരു കാര്യത്തിന്റെ ബാക്കിൽ മിനിമം 2-3 വർഷം ഇട്ടാൽ എന്തെങ്കിലും ആവുള്ളൂ. ജസ്റ്റ് വന്നൊരു 5-6 മാസം കൊണ്ടൊക്കെ വല്ല അത്ഭുതമൊക്കെ സൃഷ്ടിക്കാന്ന് പറഞ്ഞാൽ വളരെ റയർ ആയിട്ട് നടക്കണേ. അപ്പൊ അതിന് നമ്മളെ ഫാമിലിന്റെ സപ്പോർട്ടും ഈ 9 to 5 വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് അത് ഒരിക്കലും പറ്റില്ല എന്നുള്ളതാണ്. ബിസിനസ്സിനകത്ത് ശരിക്കും ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ആ സ്റ്റോറി പറഞ്ഞ സമയത്ത് തന്നെ അവിടുന്ന് ആ സപ്പോർട്ട് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഒരു പിന്നെ ഗ്രോത്തിലേക്ക് അത് എത്തൂല. റിലാക്സ് ആവില്ല. പ്രത്യേകിച്ച് നമ്മളൊരു ബിസിനസ് മാർക്കറ്റിങ്ങിൽ ഇറങ്ങുമ്പോൾ എനിക്ക് അപ്പുറത്തേക്കുന്ന ഡോക്ടറോ അല്ലെങ്കിൽ സോയിലോ എന്റെയൊക്കെ ഒന്ന് വാങ്ങുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. അവരെ കൺവിൻസ് ചെയ്ത് വരുന്ന സമയത്ത് പെരിന്ന് അതിലേറെ പ്രഷറാണെങ്കിൽ ഈ പ്രഷർ അതുകൂടെ താങ്ങൂല. അത് നാട്ടിലിപ്പോ ബിസിനസ് ചെയ്യുന്ന എല്ലാവരും കിട്ടുന്ന മാത്രല്ല നമ്മളെൽപ്പോ ഈ ഒരു സംഗതി ഇരുന്നിട്ട് നമ്മളെ മൈൻഡിൽ മുഴുവൻ നമ്മളിപ്പോ വെറുതെ ഇരിക്കും, വീട്ടിൽ ചിലപ്പോ സോഫയിലൊക്കെ വെറുതെ ഇരിക്കും, പക്ഷെ അപ്പോഴും നമ്മളെ മൈൻഡിൽ ഇതെന്ത് ചെയ്യും എന്നുള്ള ഒരു മൈൻഡിലാണ് ഉണ്ടാവുക. ആ സമയത്ത് നമുക്ക് ഇറിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ആകെ നമ്മൾ പൊട്ടിപ്പോകും. അതാണ് ലൈഫിൽ ഞാൻ പറഞ്ഞത്, നമുക്കൊരു നമ്മളെ പാഷന്, നമ്മളെ വിഷന്, നമ്മളെ ഫാമിലിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ സക്സസ് ആണ്. അപ്പോൾ പിന്നെ പോലെ അതിനനുസരിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ വിഷയം. ഇപ്പം ഞാൻ മറ്റേ ഇന്റർനാഷണൽ ട്രിപ്പിലൊക്കെ പോകുമ്പോൾ എല്ലായിടത്തും ഇല്ലെങ്കിൽ പോലും കുട്ടികളായിട്ട് പോകും. ഒരു വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾ ആഘോഷിച്ച് ഞാനും വൈഫ് മാത്രം പോയിട്ടാണ്. അത് അടിപൊളി സ്ഥലത്ത് പോയിട്ട് വിയറ്റ്നാമിൽ പോയിട്ട് അതൊരു കപ്പലിലായിരുന്നു. അതങ്ങനെ ഒന്ന് ആഘോഷിപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, അന്നെ കെട്ടിക്കൊണ്ടുപോകുന്ന ഒറ്റക്കാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 15 കൊല്ലമായി. ഇപ്പോൾ നമ്മൾ കണ്ടു വീണ്ടും നമ്മൾ ഒറ്റക്കായിട്ടുള്ളൊരു യാത്ര, മക്കളായിട്ടൊക്കെ യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ കുറേ ആളുകളൊക്കെ ആ വീടിൻ്റെ താഴത്ത് മക്കളില്ലാതെ എവിടെയൊക്കെ പോകുന്നു. നമ്മൾ മക്കളായിട്ടും പോകുന്നുണ്ട്, മക്കളില്ലാതെ. നമ്മൾ ഭാര്യ നമ്മുടെ അടുത്ത് കടന്നു വരുമ്പോൾ മക്കളില്ലാതെ നമ്മുടെ അടുത്ത് വന്ന ആളാണ്. പക്ഷെ നമ്മളെ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ട് അവൾക്ക് അവളുടേതായിട്ടുള്ള താല്പര്യങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ചില യാത്രകൾ മക്കളില്ലാതെ തന്നെ പോകണം, ചില യാത്ര ഫാമിലിനെ കൂടെ പോകണം. ഒരു സമയത്ത് നമ്മൾ കുടുംബത്തിന് മൊത്തത്തിൽ പോകണം, കുട്ടികളെ കൂടെ പോകണം. ഒരട്ടെങ്കിലും നമ്മളെ ഭാര്യനായിട്ട് കാമുകുമാരും പോണ പോലെ പോകണം. അപ്പൊ സത്യത്തിൽ ആ യാത്ര കഴിഞ്ഞ ഷോളിനോട് പറഞ്ഞത് ടെൻഷൻ. ഇപ്പൊ നമ്മൾ മക്കളായിട്ട് പോകണമെങ്കിൽ നമ്മളിപ്പോ ഒരു കപ്പലിൽ ഞാൻ ഇത് പറയുമ്പോൾ ആലോചിക്കണമെന്ന് അറിയോ, നിങ്ങളെ ഫസ്റ്റ് നിങ്ങൾ ഇന്റർനാഷണൽ പോയത് 3 വർഷം കഴിഞ്ഞിട്ട്, നിങ്ങൾ പിന്നെ ഒറ്റക്ക് പോണത് 15 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒറ്റക്ക് പോണത്.
ഫാമിലി ആയിട്ട്. അത് ഇത് എന്താ പറയുക, ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയാൻ കാരണം ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് ഫാമിലികൾ അവർ ചിന്തിക്കുന്നത് ആ ബിസിനസ് തുടങ്ങി നാളെ തന്നെ ഭയങ്കര ലെവലാവും, മറ്റന്നാൾ ഇങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ഇതിനൊരു ടൈം ലൈൻ ഉണ്ട്. ഈ ടൈം ലൈൻ വരെ ക്ഷമിച്ച് നിൽക്കുക എന്നുള്ളത് നിർബന്ധമായിട്ട് അതാണ് അപ്പളേ എത്തുള്ളൂ, സക്സസ് ആവുള്ളൂ. കാരണം ഞാനിപ്പോൾ എൻ്റെ വൈഫിനായിട്ട് കുട്ടികളായിട്ടൊക്കെ ഏത് സ്ഥലത്തേക്ക് പോകാനുള്ള കപ്പാസിറ്റി ആയി. അപ്പോൾ സത്യത്തിൽ എനിക്കിപ്പോൾ പോവാം. ഇപ്പം ഞങ്ങളിപ്പോൾ റീസെൻ്റ് ആയിട്ട് 4-5 കൺട്രി പോയി. തുടക്കത്തിൽ നിങ്ങൾ ഈ പറഞ്ഞാൽ ഭയങ്കര ബ്രേക്ക് ഒന്നുണ്ട്. ഞാൻ യാത്ര ആഗ്രഹിക്കുന്ന ആളാണ്. അങ്ങനെയാണ് ഞാൻ ജേർണലിസം പഠിക്കാൻ പോണത്. നല്ല വാർത്തകൾ സമൂഹത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ സ്പോർട്സ് ലേഖനായിട്ട് വേൾഡ് കപ്പ് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കമ്പനി പോകാനാണ്. പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ അപ്പോൾ യാത്ര പ്രണയിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ എന്റെ പാഷൻ എത്താതെ ഞാൻ യാത്ര പ്രണയിച്ചിട്ട് കാര്യമില്ല, പ്രണയം ഉണ്ടാവുള്ളൂ. പൈസ ഇല്ലാതെ ഈ ലോകത്തൊന്നും സംഭവിക്കില്ലെന്ന് അറിയാം. അങ്ങനെ ഞാൻ ഇന്നിപ്പോൾ 60ഓളം കൺട്രിയില്ല, അമേരിക്കയിലും മറ്റേ UK യിലും റഷ്യയിലും നമ്മളെ ബാസ്കറ്റില്ല ന്യൂസിലാൻഡും തുർക്കി അടക്കം യൂറോപ്പ് അടക്കം 60 കൺട്രിയോളം ഞാൻ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. അതിന്റെ ഏറ്റവും രസത്തിൽ 4-5 ഫാമിലി ആയിട്ട് പോയ കൺട്രി മാത്രമേ ഞാൻ കാശിലാക്കി പോയിട്ടുള്ളൂ. ബാക്കി പിള്ളേർക്ക് കോംപ്ലിമെന്ററി ട്രിപ്പുകളാണ്. ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് തേടിയെത്തും. അതാണ് അതെ. ഇന്നിപ്പോ ഞാൻ പല ബ്രാൻഡുകളിൽ ടാർഗറ്റ് അച്ചീവ് ആയിട്ട് ഞാൻ പോകുന്ന ട്രിപ്പുകളൊക്കെ എനിക്ക് അച്ചീവ് ആയിട്ട് കിട്ടുന്ന ട്രിപ്പുകളാണ്. നിങ്ങൾ ആഗ്രഹിച്ചത് നമുക്ക് തരും, റബ്ബ് തരും. ഇനി എപ്പോഴാ തരാന്ന് കാത്തിരിക്കാനുള്ള ക്ഷമ, ഒരു പേഷ്യൻസ് നമുക്ക് ക്ഷമ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ യാത്രകളെ കുറിച്ച് പറഞ്ഞപ്പോഴേ, യാത്രകളും ബിസിനസ്സും തമ്മിൽ വലിയൊരു ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ട് അല്ലേ? ശരിക്കും ഇത്രയും രാജ്യങ്ങളിൽ യാത്ര ചെയ്തപ്പോൾ ബിസിനസ്സിനെ എങ്ങനെ അത് ഗ്രോത്ത് ചെയ്യാൻ സാധിക്കും? സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ പണ്ടൊക്കെ നമ്മളവിടെയൊക്കെ പേരുകൾ എഴുതലൊക്കെ സ്ഥാപനത്തെ പേര് ചെറുതാക്കിയിട്ട് ഇങ്ങനെ എഴുതല് അല്ലേ? ഞാൻ യൂറോപ്പിലൊരു യാത്ര ചെയ്ത സമയത്താണ്, നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചു പറഞ്ഞാൽ സിൽവാന് ഇപ്പോൾ കാലിക്കറ്റ് ഹൈലൈറ്റ് മാൾക്കൊക്കെ വരുവാണെങ്കിൽ സിൽവാന്റെ പേര് കാണാൻ പറ്റും. കൊച്ചി പോകുമ്പോൾ പാലാരിവട്ടത്തിൽ കാണാൻ പറ്റും. പാലക്കാട് വലിയ പേരായിരിക്കും. ഇപ്പൊ കുറെ ടീമുകൾ വലിയ പേര് എഴുതി തുടങ്ങി. കഴിഞ്ഞ 5 വർഷമായിട്ടുള്ളൂ, എനിക്ക് തോന്നുന്നു ഒരു 6 വർഷമായിട്ടുള്ളൂ, എല്ലാവരും വലിയ പേര് എഴുതി തുടങ്ങിയിട്ട്. ഞാൻ യൂറോപ്പിലൊക്കെ പോയ സമയത്ത് യാത്രകൾ പോകുന്നത് ശ്രദ്ധിക്കുമ്പോൾ ലോങ് തന്നെ ആ ബ്രാൻഡിന്റെ പേര് കാണാൻ പറ്റില്ല. നമ്മുടെ ആദ്യം ഇവിടുത്തെ ഡിസൈനേഴ്സ് ഒക്കെ പറയുന്നത് ബോറാണ് സാറേ എന്നാ. ഞാൻ പറയാം അനക്ക് നഷ്ടമല്ല, എന്റെ കൈക്കല്ല ബോർ വെക്കുന്നത്, എന്നെ നമ്മൾ ദൂരത്ത് നിന്ന് കാണണം. അപ്പോൾ വലിയ സിൽവാൻ എഴുതു, ഒരാളെ വലിപ്പുണ്ടാവും ഒരു ലെറ്ററൊക്കെ. അപ്പൊ ആദ്യം നമ്മളോട് അറിയാം അതിന്റെ ആവശ്യമില്ല. അങ്ങനെ കണ്ടാണ് ഇത് ബ്രാൻഡാവുന്നത്. അപ്പൊ എനിക്കത് കിട്ടിയ യൂറോപ്പിൽ നിന്നാണ്. ഓരോ അത്രയും സ്റ്റാൻഡേർഡൊക്കെ നോക്കി കിട്ടും. അവരൊക്കെ പേര് ചെയ്യുന്നത് വലിയ പേരായിരിക്കും. എനിക്ക് ആദ്യം ഡിസൈൻ ചെയ്യുന്നത് വളരെ രസമുള്ള ഒരു വലിയൊരു ഫ്ലെക്സിൽ ഡിസൈൻ ചെയ്തിട്ട് അടിയിൽ ചെറുതായിട്ട് സിൽവാന്ന് കൊടുക്കും. ഭാഗ്യത്തിന് ആ ഫ്ലെക്സിൽ എന്ത് ചെയ്തു, കുറച്ച് കാലം കഴിഞ്ഞാൽ അടിയിലെ പുല്ലുകൾ മുളഞ്ഞിട്ട് സിൽവാനോട് മായും. ആ ഫ്ലെക്സ് അവിടെ നിൽക്കും, ഒരു കൊല്ലത്തിൽ വെച്ച ഫ്ലെക്സ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മേലെ സിൽവാൻ നോക്കും, എന്നിട്ട് അതിൽ കഥ പറഞ്ഞാൽ മതി, സിൽവാൻ കണ്ടിട്ട് കഥ കേട്ടാൽ മതി. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ. ഇപ്പൊ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ എല്ലാം നമ്മളെ ഫീൽഡായിട്ട് നോക്കുമ്പോൾ എല്ലാവരും ബ്രാൻഡും വലുതാക്കിയിട്ട് കൊടുക്കുന്നത്. ഞാൻ കൊടുക്കുന്നതല്ല ടെക്നോളജി, എല്ലാവരും അതിലേക്ക് മാറി എന്നുള്ളത്. ബ്രാൻഡ് വിസിബിലിറ്റി എന്ന് പറയുന്നത് ശരിക്കും അവിടെ ഞാനിപ്പോൾ ഒരു ജ്വല്ലറിന്റെ പ്രധാനപ്പെട്ട ഭയങ്കര വലിയൊരു ഫ്ലെക്സ്, വില കൂടിയൊരു ഫ്ലെക്സ് ഞാൻ കണ്ടുകൊടുത്ത്. ഒരു നല്ലൊരു നെക്ലേസ് വെച്ചിട്ടുണ്ട്, അമൂല്യം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ താഴത്ത് ചെറുതാക്കിയിട്ട് ആ ജ്വല്ലറിന്റെ പേരും വെച്ചിട്ടുണ്ട്. ഞാൻ വേറെ ജ്വല്ലറി ഇപ്പൊ വേറെ പേര് പറയുന്നില്ല, അവർ വേറെ വലിയ പേരാണ് കൊടുത്തിട്ടുള്ളത്. നേരെ മറിച്ച് അതേ സ്ട്രൈക്കേ ഉള്ളൂ. ഇത് മാഗസിനിലൊക്കെ നമ്മൾ ഇരുന്ന് വായിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ക്ലാസിക് ലുക്കിൽ സിമ്പിൾ ആക്കിയിട്ട് അടിയിൽ ചെറുതാക്കി ഇത് വായിക്കും. 110 സ്പീഡിൽ ഇപ്പൊ പുതിയ റോട്ടിലൂടെ ഡോക്ടറൊക്കെ പോകണവർക്ക് സ്പീഡിൽ പോകുന്ന റോട്ടിലൂടെ ആരും ഓടും ഒക്കെ കണ്ടാ നോക്കിയാ നോക്കി. അത് നമ്മുടെ നാട്ടിൽ എക്സിറ്റഡ് മനസ്സിലാവില്ല. അപ്പൊ വലിയ രീതിയിൽ വലുതാക്കി ചെയ്താൽ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വലുതാക്കി ചെയ്താന്നുള്ളതാണ്. അല്ല, അത് ശരിക്കും ഈ ഫോണ്ട്, കളറ്, ഇതിനൊക്കെ ഭയങ്കര ഒരു ബ്രാൻഡിങ്ങിനകത്ത് ഭയങ്കര പ്രാധാന്യം. വേറൊരു ഇത് കേട്ടെ, നിങ്ങളിപ്പം ബിസിനസ് തുടങ്ങാൻ പറയുമ്പോൾ നമുക്ക് കുറെ ബിസിനസ് തുടങ്ങാൻ പറ്റുമല്ലോ. നിങ്ങൾ ഈ ഓട് ആണ് ആദ്യം തുടങ്ങിയതാണോ? അതിലേക്ക് എത്താനുള്ള കാരണം എന്താ? അതായത് നിങ്ങൾക്ക് ഓടായിട്ട് എന്തെങ്കിലും ഞാൻ പറയാം, ഞങ്ങൾക്ക് ബിസിനസ്സിൽ യാതൊരു ബന്ധമില്ല. അങ്ങനെ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഗൾഫിൽ ബിസിനസ് ഉണ്ട്, ഗൾഫിൽ ബിസിനസ് ഇവിടെ എല്ലാ പ്രവാസികൾക്കുള്ള പോലെ സിനിമയില് ദാസനും വിജയനും കടന്നു നോക്കണേ നിങ്ങൾ ഓട് ആലോചിച്ചിരുന്നിട്ടല്ലേ ഏറ്റവും രസം. നമ്മൾ നമ്മളെ മെന്റർ പലരും ആയിരിക്കും. നിങ്ങൾ വിചാരിച്ചോനായാലും എന്റെ മെന്റർ, ഞാൻ വിചാരിച്ചോ നിങ്ങളെ മെന്റർ. സോയിലൊക്കെ ഒരുപാട് ആളുകളെ മെന്ററാണ് അല്ലെ? ഇതിന്റെ സത്യത്തില് ഞങ്ങളുടെ നാട്ടില് ഒരു ബിൽഡിംഗ് വന്ന് വീണിട്ട്, നാട്ടിൽ കാരണമായിരുന്നു, വീണിട്ട് 25 കൊല്ലമായിട്ട് ബെഡ് കിടക്കുന്ന ഒരു മനുഷ്യണ്ട്. 25 കൊല്ലമായിട്ട് നാടിനായിട്ട് യാതൊരു ടച്ചില്ല. അപ്പൊ ജേഷനൊക്കെ വയ്യാതായപ്പോൾ ഞങ്ങൾ കരിങ്കപ്പാറ തറവാട്, വലിയ തറവാടാണ്, എല്ലാവർക്കും ഭയങ്കര പറമ്പുണ്ട്, എല്ലാവരോടും തേങ്ങ ഉണ്ടാവും. അപ്പൊ എല്ലായിടത്തും തേങ്ങ എടുത്തിട്ട് ആട്ടിയിട്ട് വെളിച്ചെണ്ണ ഒരു ബ്രാൻഡാക്കിയിട്ട് ചെയ്യാന്ന് കരുതി. എന്നിട്ട് അത് ചെയ്യാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ട് ഇയാളെടുത്ത് പോയി. ഈ വീണ് എടുക്കുന്ന ആള് പഴയ കാരണമല്ലാണ്, നല്ല വിഷമുള്ള ആളാണ്, 10-20 കൊല്ലമായിട്ട് ബെഡ് കിടക്കുകയാണ്. പക്ഷെ അയാൾ ഒരു കാര്യം പറയാൻ അറിയാം,
മക്കളെ നിങ്ങൾ ഈ പുതിയ കാലത്തെ കുട്ടികളാണ്, നിങ്ങൾക്ക് ഈ എണ്ണ ആട്ടി വെളിച്ചെണ്ണ ആക്കി എടുക്കാൻ മാത്രമുള്ള ക്ഷമ ഉണ്ടാവില്ല, വെയിലുള്ളണം, പണിയെടുക്കണം. എൻ്റെ കുട്ടികൾ ഈ ബിസിനസ് ഒഴിവാക്കിയാണ് വെറുതെ. ഞങ്ങളെ ഫസ്റ്റ് തിരിച്ച മെൻഡർ ആ ബെഡ് കിടക്കുന്ന മനുഷ്യനാണ്. ആരാണ് നിങ്ങളെ മെൻഡർ എന്ന് നമ്മൾ അപ്പോഴാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഉദ്ദേശിച്ച വലിയ താടി മീശയും വെച്ചോനായിരിക്കില്ല മെൻഡർ, എവിടുന്ന് വരുന്നത് അറിയില്ല. അയാൾ പറഞ്ഞു മക്കളെ നിങ്ങൾക്ക് പറ്റും, ഞാൻ പാലേക്ക് അന്ന് വെളിച്ചെണ്ണ കട്ടയ്ക്കാണെങ്കിൽ 4 വട്ടം വെളിച്ചെണ്ണ ആട്ടും, പിന്നെ ഈ പരിപാടി നമ്മൾ നിർത്തും. അപ്പോൾ ഞങ്ങൾ അയാൾ പറഞ്ഞു വെച്ചാൽ പറഞ്ഞു നിങ്ങൾ ഈ ഓടും പരിപാടി അങ്ങനെ എന്തെങ്കിലും കൊടുത്തുള്ളത്. അങ്ങനെ ഞങ്ങൾ ഓട് തുടങ്ങി. അന്ന് ടൈൽസ് നാട്ടിൽ വ്യാപകമായി വരുന്നുള്ളൂ 2000. ഈ ഓട് തുടങ്ങിയ സമയത്ത് ഓട് കൊടുന്നവരെ ഞങ്ങളെ പറ്റിക്കണം, കൊടുത്ത് തരുന്ന ആളുണ്ടല്ലോ. അതിൽ 2 പറ്റിക്കൽ കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ സാധനത്തിന് ഞങ്ങൾ വിൽക്കുമ്പോഴൊക്കെ അതിലേറെ കുറഞ്ഞ റേറ്റിൽ പുറത്തുനിന്ന് വാങ്ങാൻ പറ്റുന്ന ആളുകളുണ്ട്. അങ്ങനെ ഞങ്ങൾ അത് മാറ്റിയിട്ട് ടൈൽസ് വെറുതായി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആ ഓട് മൊത്തം ഡെഡ് സ്റ്റോക്കിലേക്ക് മാറ്റിയിട്ട് ടൈല് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് കേരളത്തിൽ എനിക്ക് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുള്ള ഒരു ഗ്രൂപ്പ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ഗ്രൂപ്പ്, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഗ്രൂപ്പ് സിൽവാൻ ഗ്രൂപ്പാണ്. ഇപ്പോൾ കേൾക്കില്ലേ, ഇനീഷ്യലി ഇപ്പോൾ നമുക്ക് തുടങ്ങുമ്പോൾ പല ആൾക്കാരും ഒരു പ്രശ്നം തന്നെ ക്യാപിറ്റൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് നമുക്കൊരു എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുഖമാണ് ബിസിനസ്. അതായത് കുറച്ച് സ്ട്രഗിൾ ഉണ്ടാവും, നമ്മൾ ക്ഷമ വേണം. പക്ഷെ നമുക്കൊരു എമൗണ്ട് ഓഫ് മണി നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ മണി ഈസ് എ ടൂൾ ടു മേക്ക് മണിയാണ്. പിന്നെ നമുക്ക് വേറെ എന്ത് ചെയ്യണമെങ്കിലും നമ്മുടെ മുമ്പിൽ സ്ട്രെങ്ത് ഉണ്ട് നമുക്ക്. അതായത് നമുക്ക് കറക്റ്റ് ഇൻകം, നമ്മൾ വീട്ടിലിരുന്നാലും പൈസ ഉണ്ടെങ്കിൽ സ്ട്രെങ്ത് ഉണ്ട്. പക്ഷെ ഇനീഷ്യലി ഒരാൾക്ക് തുടങ്ങുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ക്യാപിറ്റൽ ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര റിസ്ക്. അതായത് സാധാരണ ഒരാൾ പൈസ ചോദിച്ചാൽ കടം കൊടുക്കൂല, അല്ലെങ്കിൽ ആരും ഇൻവെസ്റ്റ് ചെയ്യില്ല, അതൊക്കെ എങ്ങനെയാണല്ലോ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്താ ചെയ്തത്? ഇനീഷ്യലി തുടങ്ങാനും നിങ്ങൾക്ക് ഒരു ഫണ്ട് വേണമല്ലോ. പുതിയ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു നല്ല അടിപൊളി തറവാട്ടിൽ ജനിച്ചതെന്ന് പറഞ്ഞാൽ നിന്റെ പേരിൽ പട്ടിണിയായിരുന്നു. ഞങ്ങൾക്ക് ഇനീഷ്യൽ ക്യാപിറ്റൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തുടക്കത്തിൽ ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ചെറിയ രീതിയിൽ ടൈല് എഗൻസ്റ്റോട് കൊണ്ടു വെച്ചിട്ട് ഓർഡർ കൊടുത്തിട്ട് കിട്ട കാശ് ചെയ്യുന്നു. പക്ഷേ ഞങ്ങളെ വിഷന് 2 ചെക്കന്മാരാണ്, എൻ്റെ ഏട്ടൻ എൻ്റെ 4 വയസ്സ് കൂടുതലുള്ളൂ. ഞങ്ങളെ വിഷന് മനസ്സിലാക്കിയ ഒരു ബാങ്ക് മാനേജർ ഉണ്ടായിരുന്നു, പുത്തനത്താണി ഫെഡറൽ ബാങ്ക് മാനേജർ രഞ്ജു. അദ്ദേഹം ഫെഡറൽ ബാങ്കിൻ്റെ മാനേജർ. അദ്ദേഹം ഞങ്ങൾക്ക് പ്രൊജക്റ്റഡ് ഓടിയെന്ന് വരാൻ പോണ ബിസിനസ്സിനെ വെച്ചിട്ട് അദ്ദേഹമാണ് തരുന്നത്. അദ്ദേഹത്തിന് ആ ബാങ്കിൽ നിന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. കാരണം കപ്പാസിറ്റി ഇല്ല, തിരിച്ചടക്കം അറിയില്ല. അപ്പോൾ അയാൾ ഓല് പറഞ്ഞു അവരെ വിഷൻ എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടോ. അതിൻ്റെ ഒരു കഥ ഞാൻ പിന്നെ ഫുള്ള് പറഞ്ഞുതരാം. അങ്ങനെ തന്നപ്പോൾ ഞങ്ങൾക്കൊരു 1.5 കോടി രൂപ ഓടി വന്നു. അപ്പോൾ ഞങ്ങൾക്ക് വിശാലമായിട്ട് തുടക്കത്തിൽ ഈ സംഭവം കിട്ടി. കാലം കുറേ കഴിഞ്ഞു, സിൽവാൻ അടിപൊളി ടേൺ ഓവറിലേക്ക് എത്തി. എല്ലാ ബാങ്കും ഞങ്ങൾക്ക് ഓടി വരാൻ കാത്തുക്കാണ്. ഇപ്പം മാർച്ച് മാസം ആകുമ്പോൾ ഞങ്ങൾ കറക്റ്റ് വൈറ്റിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നല്ല ടേൺ ഓവറും നല്ലതും വരുന്നതുകൊണ്ട് ബാങ്ക് റീപേയ്മെൻറ്റ് ആയതുകൊണ്ട് ബാങ്കർ എല്ലാവരും മാർച്ച് ആകുമ്പോൾ ഞങ്ങൾക്ക് ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി വരും. ഒരട്ടം ഞങ്ങൾ ഫെഡറൽ ബാങ്ക് രഞ്ജൊക്കെ മാറിപ്പോയി, കാലങ്ങൾ കുറേ പുതിയ മാനേജർമാർ വന്നു, ഞങ്ങൾ വേറെ ബാങ്കിലേക്ക് മാറി, നല്ല ഫെസിലിറ്റി കിട്ടി. അവസാനം ഫെഡറൽ ബാങ്കിൽ വീണ്ടും ഞങ്ങളെ ഓടി കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ മാനേജർ ശ്രമിച്ചിട്ട് കിട്ടാതായപ്പോൾ ഇവിടുന്ന് മാറിപ്പോയ രഞ്ജു എന്ന് പറഞ്ഞ മാനേജർ ഇടുക്കിയിലുള്ള, അപ്പോൾ അയാളെ കൊടുത്തിട്ട് ഞങ്ങളോട് സംസാരിപ്പിച്ചു. അന്ന് രഞ്ജു പറയാണ് ഞാൻ അന്നെടുത്ത റിസ്ക് എനിക്ക് ഇന്നാണ് ഫലം കിട്ടിയെന്ന്. എൻ്റെ ബാങ്ക് എന്നെ മനസ്സിലാക്കിയ ഇപ്പോഴാണ്, ഇവരോട് നിങ്ങൾ സംസാരിച്ചാലേ കിട്ടുള്ളൂ എന്ന്. അന്ന് ഞങ്ങളെ വിശ്വസിച്ച് ഞാൻ ആ വിശ്വസിച്ച കുട്ടികളാണ് ഇന്ന് സിൽവാൻ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ഓണർമാരിന്ന് ഓനക്ക് ബാങ്കിൽ പ്രൂവ് ചെയ്യുന്ന ഒരു അവസരം. അത് സക്സസ് ആണ്. അത് ഇന്നും നമ്മളുടെ ഒരു അഭിയോഗാംശങ്ങളിൽപ്പെട്ട അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇങ്ങനെ പല സൈഡിൽ എല്ലാ കോർണറും പറയുമ്പോൾ ഇഷ്ടംപോലെ സ്റ്റോറിയാണ്. ഇങ്ങനെ പല സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ സപ്പോർട്ടാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഇത്. അല്ലാതെ നമ്മളെ കൈവിൽ വളർന്നിട്ടുള്ള ഒരു സ്ഥാനം ഒന്നുമില്ല. അതോടൊപ്പം ഈ ടീം, മാർക്കറ്റ് എപ്പോഴും ഒരു ബിസിനസ് സക്സസ് ആവുന്ന ടീം വളരെ പ്രാധാന്യമാണ്. മാർക്കറ്റിൻ്റെ ട്രസ്റ്റ്, കസ്റ്റമേഴ്സ് നമ്മൾ സാധനം വാങ്ങിക്കണമെങ്കിൽ ശരിക്കും അവിടെ ഒരു ചലഞ്ചായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആദ്യത്തെ കാലഘട്ടത്തിൽ. അതെ, തുടക്കത്തിൽ ഈ ബിസിനസ്സിൻ്റെ എല്ലാം ഞാനായിരുന്നു. കണ്ടെയ്നർ ഓർഡർ കൊടുക്കൽ, പർച്ചേസ് ഞാനാണ് ചെയ്യുക, കണ്ടെയ്നർ ഇറക്കൽ ഞാനാണ്. നാട്ടിൽ പിള്ളേരൊക്കെ അവിടെ വെച്ചിട്ട് ഞാനാണ് ഇറക്കാൻ മുന്നോട്ട് എടുക്കുക, ഞാനാണ് മാർക്കറ്റിങ്ങിന് പോവുക, ഞാനാണ് അതിൻ്റെ സെയിൽസ് എക്സിക്യൂട്ടീവ്, അതിൻ്റെ അക്കൗണ്ട്സ് ഞാനാണ് വാറ്റ് ടാക്സ് ഫയൽ ചെയ്യുക, ഞാനാണ് ലോഡിങ് ചെയ്യുക. എൻ്റെ വിചാരം ഞാനില്ലെങ്കിൽ ഇത് ഓടൂല എന്നാണ്. അങ്ങനെ ഇത് കൊണ്ട നടക്കരുത്. ഇങ്ങനെ ഇനീഷ്യലി എല്ലാവരും ഒരു സാധനമാണ്. എൻ്റെ പേരിൽ എൻ്റെ വൈഫ് ഹൗസിൽ ഞാൻ കല്യാണം കഴിച്ച റീസെന്റ് കാലഘട്ടമാണ്. വൈഫ് ഹൗസിൽ ഇന്നെ വിരുന്നിന് വിളിക്കില്ല, മുസ്തഫ കണ്ടെയ്നർ ഉണ്ടാവുന്ന ആ തമാശകളാക്കി ഇന്ന് ട്രോളി. ഞാൻ അവിടെ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ ഇന്ന് കണ്ടെയ്നർ ഇല്ലെന്ന് നോക്കും. കാരണം അങ്ങനെ ലൈഫിൽ പോന്നിക്കുന്ന സമയത്താണ് ഒരു സമയത്ത് എൻ്റെ കടയിലുള്ള ഈ സെയിൽസിൽ ഞാൻ നല്ല കഴിവുള്ള മനുഷ്യനാണ്, ഭയങ്കര 10x പവറുള്ള ഒരു മനുഷ്യനാണെന്ന് എൻ്റെ വിചാരം. ഞാൻ ക്ലോസ് ചെയ്താലേ നടക്കുള്ളൂ, വേറെ എൻ്റെ ഒപ്പമുള്ള സ്റ്റാഫുകളൊന്നും എൻ്റെ അത്ര പോരാ, അല്ലെങ്കിൽ അവരൊക്കെ ഒന്നും അത്ര പോരാത്തവരാണ്. ഞാൻ ഉണ്ടെങ്കിൽ നടക്കണം നിൽക്കുന്ന സമയത്ത് 10ഓളം ആളുകളവിടെ ക്ലോസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി പുറത്ത് പോകേണ്ടി വന്നു. അന്ന് ഞാൻ മനസ്സിലോട്ട് അവിടെ ഉള്ള ആളെ ഏൽപ്പിച്ച് പോയപ്പോൾ ഞാൻ ചെയ്യുന്ന കാട്ടി ഡബിളായിട്ട് പോലെ ചെയ്തു.
അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളിലേറെ കഴിവുള്ള ആളുകൾ നമ്മളെ സ്ഥാപനത്തിൽ ഉണ്ടെന്നും അവരെ മുന്നോട്ട് കൊടുത്താലേ ഇത് ഓടുള്ളൂ. ഇന്ന് ഞാൻ സിൽവാനിലേക്ക് പോവാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അത്രയും നല്ല പെർഫോമൻസ് എൻ്റെ ടീം ചെയ്തു. അതോ നമ്മുടെ കമ്പനി വളരണമെങ്കിൽ നമ്മളെക്കാട്ടിലും കഴിവുള്ള ആളുകൾ ശരിക്കും അത് മനസ്സിലാക്കിയെടുക്കുന്ന ഒരു കാരണം വേണ്ടി ഒന്നുമില്ല. പിന്നെ അതേമാതിരി ഇത് ഒത്തുവരും വേണം. ഇപ്പൊ നിങ്ങൾക്ക് ഇനീഷ്യലി അങ്ങനത്തെ ഒരു ടീമിന് ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ നമ്മുടെ ടീമിൽ തന്നെ ചില ആൾക്കാരുണ്ടാവും, നമ്മളെ ഒരു കാര്യം പറയും പക്ഷെ അത് നടക്കൂല, വൈകുന്നേരം ആകുമ്പോൾ തന്നെ നടക്കൂല. അങ്ങനത്തെ ഒരു സംഗതി നമുക്ക് എക്സ്പെക്ട് ചെയ്യാലോ. അപ്പൊ നിങ്ങളൊരു ടീം എന്ന് പറഞ്ഞാൽ ആദ്യം മുതലേ ഫുൾ നിങ്ങൾ പറഞ്ഞ വിഷൻസ് ഒരു 10 ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ 10 ഔട്ട് ഓഫ് 10 വൈകുന്നേരം മുതൽ കംപ്ലീറ്റ് ആക്കുന്ന ടീമാണോ? അല്ല ഡോക്ടർ, അങ്ങനത്തെ ആളുകളെ ഇപ്പോഴും കിട്ടൂല കേട്ടോ. അവരെ കിട്ടൽ സ്വർഗത്തിലേ കിട്ടുള്ളൂ, ഇവിടെ കിട്ടൂല. പക്ഷെ ഇവിടെ കിട്ടുക എന്താ അറിയോ, ഇവിടെ കിട്ടുക എന്താ പറഞ്ഞാൽ നിങ്ങൾ ആ ടീമിനെ വിശ്വസിക്കാൻ കഴിയണം. ആ ടീമിന് തോന്നണം അവരെ ഗ്രോത്തിൽ നിങ്ങൾ പങ്കാളികളാണെന്ന്. എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് 3 കൂട്ടരല്ലാതെ വേറെ ആരും പുറത്തേക്ക് പോയിട്ടില്ല. ഒന്ന് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്തവർ, രണ്ടാമത് ഗൾഫിലേക്ക് ബ്രദേഴ്സ് കൊണ്ടുപോയി, മൂന്നാമത് സ്വഭാവദൂഷ്യം കൊണ്ട് നമ്മൾ പുറത്താക്കിയവർ, അല്ലാത്ത ഒരാൾ ഞങ്ങൾ കടയിൽ നിന്ന് പോയിട്ടില്ല. കാരണം എന്താ അറിയോ, ഞങ്ങൾ അവരെ കൂടെയാണ്. അവരെ ഗ്രോത്ത് സിൽവാനിന് ഒരു സ്റ്റാഫും അന്യ ആളുകളെ മുന്നിൽ ഒരു പ്രയാസം വന്നിട്ട് ഭാര്യ പ്രസവിക്കുക, അച്ഛൻ ഹോസ്പിറ്റലാവേ, ഉമ്മ കിടപ്പിലാവുക കഴിഞ്ഞാൽ അല്ല വീട് ജപ്തിയാണെങ്കിൽ കൈ നീട്ടൂല. അവർക്ക് ഫ്രീ ആയിട്ട് പലിശ രഹിത ലോണുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ 300ഓളം കുടുംബങ്ങൾ അത് ഉപയോഗിച്ചു. മാത്രമല്ല സിൽവാൻ്റെ എവരി മന്ത് സിൽവാൻ ബ്രേക്ക് ഈവനായിട്ട് പ്രോഫിറ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹൗസ് കീപ്പിങ്ങിൽ ഇരിക്കുന്ന ആളുകൾക്ക് വരെ ഞങ്ങൾ ലാഭത്തിൻ്റെ വീതം കൊടുക്കും. ഇയറിന് കാത്തുക്കൂല, എവരി മന്ത് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടീം ഓട്ടോമാറ്റിക് ആയി വരും. നേരെ മറിച്ച് ആളുകൾ തരും, ഒരു പശുവിനാണ് കൊടുത്തിട്ട് പാല് തരുന്നില്ല എന്ന് പറയാന്നല്ലാതെ ആ പശുവിന് പാല് തരാനുള്ള ആവശ്യമുള്ള സാധനം കൊടുക്കാതെ പാല് തരുന്നില്ല എന്ന് കാര്യമില്ല. ഒരു ടീമും ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വന്നവർ ആരുമില്ല. അവർക്ക് ഇങ്ങനെ കിട്ടി ഇവിടുന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് അനുസരിച്ച് അവർ ബിൽഡ് ചെയ്യാണ്. ഇങ്ങനെയൊക്കെ തരുന്ന ഒരു ടീമിനെ എങ്ങനെ മോശമാക്കാന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കിപ്പോൾ സിൽവാനിൽ സത്യം പറയുന്നത് എന്നോട് കുറേ ആളുകൾ ചോദിക്കും, ഈ കേരളത്തിൽ പാസ്പോർട്ടും പത്താക്കൊന്നും ഇല്ലല്ലോ, എന്നിട്ട് എങ്ങനെ ഇത്തിരി സ്റ്റാഫുകളെ കിട്ടുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് തിരിച്ചു കിട്ടുന്നുണ്ട്. ഞങ്ങളെ കമ്പനിയിൽ ബോസ് ഇല്ല. അത് ടയോട്ടോയിൽ അങ്ങനത്തെ സിസ്റ്റം ഉണ്ട്. ഞാൻ പിന്നെയാണ് അറിയുന്നത് ബോസ് എന്ന് പറഞ്ഞ സിസ്റ്റം. ടാറ്റ ഫാമിലി എന്ന് പറയുന്ന ഒരു ഭാഗം ശരിക്കും അതുപോലെ ഞങ്ങളെ സ്റ്റാഫുകളാണ് അതിൻ്റെ. പക്ഷെ ഇതൊക്കെ ഇനീഷ്യലി പോസിബിൾ ആണോ? ഒരു ലെവൽ കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ പോസിബിൾ ആണ്. ഞാൻ ഒരു ഇനീഷ്യൽ ഘട്ടത്തിൽ നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് വിശ്വസത്തിലെടുക്കാന്നുള്ള അപ്പോൾ പോസിബിൾ ആണ്. നമ്മളെ വിഷനും നമ്മളെ പർപ്പസും നമ്മളെ സബോർഡിനേറ്റ് നമ്മളെ സ്റ്റാഫുകൾക്കും പാസ് ചെയ്യാൻ കഴിഞ്ഞാൽ എവിടേക്കാ നമ്മൾ പോകുന്നത്, ഇതിലെനിക്ക് ഫ്യൂച്ചർ ഉണ്ടെന്നും ഞങ്ങളെ ഒരു പ്രത്യേകത ഞാൻ പറയാൻ കാരണം ഇപ്പൊ ഞങ്ങളെ സ്റ്റാഫ് പണിയെടുക്കുന്നുണ്ട്. ഞായറാഴ്ച തുറക്കൂട്ടോ, ഞങ്ങൾക്ക് ഞായറാഴ്ച ലീവാണ്. ചിലപ്പോൾ ടാർഗറ്റ് ആവാത്തുള്ളൂ, 4 ആഴ്ച തുറക്കും. നമ്മോട് ചോദിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം ആരാ അങ്ങനെ തുറക്കുക. അപ്പൊ എന്താ കാരണം അറിയോ, അവരുടെ സാലറിയിൽ നിന്ന് ഞങ്ങളെ വരുമാനത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വിഹിതം കൊണ്ടാണ് സിൽവാന് കഴിഞ്ഞ വർഷങ്ങളായിട്ട് 300ഓളം ഫാമിലികൾക്ക് എല്ലാ റമദാൻ മാസവും ഫ്രീ ആയിട്ട് ഫ്ലോർ ടൈലിട്ട് എടുത്ത് കയറ്റിയിരുത്തുന്നത്. ഇവർ ഓരോ വീഡിയോ അയക്കും, കയറിക്ക് 10-300 കുടുംബങ്ങൾ എല്ലാ കൊല്ലവും ഞങ്ങൾ ഫ്രീ ആയിട്ട് ചാരിറ്റി കൊടുക്കും. അത് ഞങ്ങളെ സ്റ്റാഫുകളുടെ സാലറിൻ്റെ ഒരു വീതമുണ്ട്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ആർക്കിടെക്റ്റിൻ്റെ, എഞ്ചിനീയേഴ്സിൻ്റെ, മേസന്മാരെ, കോൺട്രാക്ടേഴ്സിൻ്റെ, ബിൽഡേഴ്സിനെ ഞങ്ങളെ വിശ്വസിച്ചിട്ട് കസ്റ്റമർ തരുന്ന ലാഭത്തിൻ്റെ ഒരു വീതവും ഞങ്ങളൊരു വീതം കൂടെ കൂടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് തോന്നുകയാണ് അവർ പണിയെടുക്കുന്നത് ഈ സൊസൈറ്റിയുടെ കണ്ണീരൊപ്പാനാന്നുള്ള ഒരു എത്തിക്സും കൂടെ ഞങ്ങൾ അവർക്ക് കൊടുക്കാറുണ്ട്. ആ പാഷൻ്റെ ബാക്കിലാണ് ഞങ്ങളെ സ്റ്റാഫ്. ഞായറാഴ്ച തുറക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം എന്നോട് പറയും നോമ്പിന് 12 മണി വരെ തുറക്കട്ടെ എന്ന് അങ്കമാലി ചോദിക്കണം. ഞാൻ പറയും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തുറന്നോ, നിങ്ങളെ സ്ഥാപനം നിങ്ങളത്. അവർക്കതൊരു ആവേശമായി മാറുകയാണ്. കാരണം അവർ ആ വിഷനിലാണ്. എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ആണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നാണ് ശരിക്കും അതിൻ്റെ ഒരു കോർ കണ്ടന്റ് ശരിക്കും വരുന്നത് അവിടെ അല്ലേ. എംപ്ലോയി ഞാൻ ഈ ടൈല് വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതി പറഞ്ഞു, എനിക്ക് തോന്നുന്നു കൈത്താങ് അല്ലേ, സിൽവാന്റെ ഈ കൈത്താങ് എന്നുള്ളൊരു പ്രൊജക്ട് തുടങ്ങാനുണ്ടായ ഒരു പ്രചോദനം എന്തായിരുന്നു? സത്യം പറയുകയാണെങ്കിൽ ഞാൻ യൂട്യൂബിൽ ചാനൽ തുടങ്ങിയ എനിക്ക് ഒരുപാട് ആളുകൾ ഒരുപാട് എൻക്വയറി എടുക്കും. അപ്പോൾ ഒരു സ്ത്രീ ഒരു ദിവസം വെച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് പാരലൈസ് ആയിട്ട് ഒരു കൊല്ലമായിട്ട് കിടപ്പിലാണ്, അദ്ദേഹത്തിന് നീക്കാനൊന്നും പറ്റുന്നില്ല. അപ്പം ഞാൻ തൊട്ടപ്പുറത്ത് വലിയൊരു കുഴപ്പമില്ലാത്തൊരു വീട് ഉണ്ടാക്കാനുള്ള പ്ലാനിൽ നടന്നില്ല. തൊട്ടപ്പുറത്തെ വീട്ടു ജോലിക്ക് പോകണേ. അപ്പോൾ എൻ്റെ കുട്ടി ഇപ്പോൾ വന്ന് നിരങ്ങുന്ന പ്രായമാണ്, വീട്ടിലേക്ക് നിൽക്കുക. അപ്പോൾ കുട്ടി 400 ചേരാട്ടൊക്കെ വരുമ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നെടുത്ത് തിന്നുമ്പോൾ ഭർത്താവിന് കാണാനേ പറ്റുള്ളൂ, തടുക്കാൻ പോലും പറ്റില്ല. നിങ്ങൾ കുറച്ച് ഭാഗം ഭർത്താവൊക്കെ എടുക്കുന്ന ഭാഗത്ത് നിന്ന് ടൈലിട്ട് വെച്ചു. ഞാൻ വിചാരിച്ചു അങ്ങനത്തെ 1-2 ആൾക്കാരല്ലേ, ഞങ്ങൾ ഫോട്ടോ ഞാട്ടര അതിൻ്റെ ഒരു വീഡിയോ അയച്ചാട്ടിയാൽ ആ നിലത്തിൻ്റെ വീഡിയോ അയച്ചു തന്നു. അപ്പോൾ ഇങ്ങനെ തോന്നി ഇത്ര കഷ്ടപ്പെട്ട ആളുകൾ 300 സ്ക്വയർ ഫീറ്റിലൊക്കെ ജീവിക്കുന്നുണ്ട്. 500 പറഞ്ഞാൽ ഒരു വലിയൊരു പെരക്കാരുടെ ബാത്റൂമിൻ്റെ വലിപ്പമാണ്. അപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടു, 2-3 ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ, ഏതായാലും കൊടുക്കല്ലേ. 500-600 സ്ക്വയർ ഫീറ്റ് വീട് ഉണ്ടാക്കിയിട്ട് കയറിയിരിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നിട്ട് ഒരു വീഡിയോ ഇട്ടു. ഞാൻ പ്രതീക്ഷിച്ച ഒരു 10-300 ആൾക്കാർ വിടുന്ന 5000 ആൾക്കാരാണ് അപേക്ഷിച്ചത്. 5000 ആൾ, അത് മലപ്പുറം ജില്ലയിൽ നിന്ന് പല ജില്ലയിൽ നിന്നുമായിട്ട്. അപ്പോഴാണ് അപ്പോൾ ഞാൻ അന്നൊരു തീരുമാനം, സിൽവാന് വിഷനും മിഷനും ഉണ്ടായിരുന്നുള്ളൂ, അതിൻ്റെ മേലെ ഒരു പർപ്പസ് എഴുതി സിൽവാന് 2030 ആകുമ്പോൾ
അപ്പോൾ 5000 ആൾ ഞങ്ങൾ എൻക്വയറി ചെയ്ത് 5000 പാവപ്പെട്ട വീടുകൾക്ക് കയറിയിരിക്കാനുള്ള സഹായം ചെയ്തു കൊടുക്കുന്നത് എഴുതി വെച്ചു. അടിപൊളി. ഇപ്പോൾ അന്ന് മുതൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് 150 വീട് 250 ഇപ്പോൾ 350 ഈ കൊല്ലം 5ാമത്തെ കൊല്ലറ്റെന്ന് പറഞ്ഞാൽ ഈ കൊല്ലം ഞങ്ങൾ കൊടുക്കുന്നത് 350 വീടാണ്. ഏകദേശം ഒരു 60 ലക്ഷം റുപ്യ വരും. പക്ഷേ 300ഓളം കുടുംബങ്ങളെ ഞാനും എൻ്റെ സ്റ്റാഫും ഞങ്ങളെ കസ്റ്റമറുടെ കണ്ണീരൊപ്പാണ്. അതിൽ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത ചാരിറ്റിയിൽ ഒരു ഉസ്താദ് വീടിട്ടിട്ട് ഞങ്ങളെ ഡ്രൈവർ കരഞ്ഞു. സാധാരണ വളയം പിടിക്കുന്ന ഡ്രൈവർമാർ കുറച്ച് സ്ട്രോങ് ആണെന്നൊക്കെ നമ്മൾ പറയാം, വളയം പിടിക്കുന്ന കൈ ചൂടത്തൊക്കെ പോകുന്നത്. അയാൾ കരഞ്ഞിട്ട് വോയിസ് ഇട്ടു, സിൽവാനിൽ നിന്ന് ഞാൻ മരിച്ചാലല്ലാതെ പോകില്ലട്ടോ. എന്തെന്ന് ചോദിച്ചപ്പോൾ പറയണേ, ഒരു ഉസ്താദ് നല്ല രസമുള്ള കുപ്പായവും നല്ല വെള്ള തുണി വെള്ള കുപ്പായം ഇട്ടിരിക്കണത്. അയാൾ ഇതുപോലെ അപേക്ഷിച്ച് കൊടുത്തപ്പോൾ ഇയാൾ സാധാരണ കൊണ്ടുകൊടുത്തു. ടാർപോളി കെട്ടിയിട്ടാണ് താമസിക്കുന്നത്. അയാളെ കണ്ടു കഴിഞ്ഞാൽ ഒരു കൊട്ടാരത്തിൽ നിന്ന് വരാൻ തോന്നും. പക്ഷെ ആ കുപ്പായം ഡ്രസ്സൊക്കെ നല്ല വൃത്തിയിലായിട്ടാണ് ഇയാൾ ഇത് കൊടുത്തിട്ട് അവിടെ ഒരു ദുആയത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രൈവർ പറയണേ, ഞാനും അതിൽ പെട്ടല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഇനി ജീവിതകാലം മുഴുവൻ ഇവിടെ ഞാൻ പണിയെടുക്കുള്ളൂ. കാരണം ഈ ജാതി ദുആയ കിട്ടുന്ന സ്ഥലത്താണ് ഞാനും നിൽക്കേണ്ടത്. അതൊരു ഡ്രൈവർ കമന്റ് ഇടുകയാണ്. ഞാൻ ഇതിലെന്താ പറയുക, നമുക്ക് കൊടുക്കാനുള്ള മനസ്സ് തരുമ്പോൾ നമ്മുടെ അടുത്തുള്ള പൈസ മുഴുവൻ നമ്മളതല്ല, അത് പഠിച്ച നമുക്ക് എല്ലാവർക്കും കൂടിയും വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് തന്നത് ഒരു ടെസ്റ്റ് ആണല്ലോ അൾട്ടിമേറ്റ്ലി പൈസ എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ആർക്കെങ്കിലും കുറച്ച് സ്വതക്ക കൊടുക്കുക, എന്തെങ്കിലും കുറച്ച് ആൾക്കാർ അതിന് വേണ്ടി നമുക്ക് പൈസ തന്നത്. അത് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ബിസിനസ്സും കുറച്ച് ഡെവലപ്പ് ആക്കി തരും. അത് അതിന്റെ ഒരു പാർട്ടാണ്. പക്ഷെ പല ആൾക്കാർക്കും അതില്ല. പല ആൾക്കാർക്ക് അത് പറയുമ്പോൾ പക്ഷെ മലബാറിലൊക്കെ ഒരു ഒട്ടുമിക്ക ആളുകളൊക്കെ ഉണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. കാരണം പലരും പറയാം ഒരു ഒട്ടുമിക്ക ആളുകളൊക്കെ ഉണ്ട്, പക്ഷെ ചിലതൊരു സിസ്റ്റമായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പലയിടത്തും എത്തേണ്ടടുത്ത് എത്തുന്നില്ല. എത്തേണ്ടടുത്ത് എത്തുക എന്നുള്ളത് വലിയ സംഭവമാണ്. ഈ സിൽവാന്റെ ഒരു ആദ്യത്തെ കസ്റ്റമറിനെ കിട്ടിയത് ഒരു അനുഭവം ഓർമ്മയുണ്ടോ? ഫസ്റ്റ് കസ്റ്റമർ സിൽവാന്റെ ഫസ്റ്റ് കസ്റ്റമർ അല്ല, ഫസ്റ്റ് ഒരു ട്രാജഡി പറഞ്ഞുതരാം. ഫസ്റ്റ് ഞങ്ങൾ എഗേസ്റ്റോട്ട് എടുക്കാന്ന് പറയില്ലേ, അങ്ങനെ 1.5 ലക്ഷം റുപ്യക്ക് ഒരാൾ എന്നിട്ട് ബില്ലാക്കി. അന്ന് 1.5 ലക്ഷം റുപ്യക്ക് ബില്ലാക്കാറല്ലേ ഞങ്ങൾ നെട്ടിന് സംഭവം. അങ്ങനെ ഞങ്ങൾ ഒരു എഗേസ്റ്റോ സപ്ലൈ ചെയ്യുന്ന ടീമിനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ സാധനം കൊടുന്നു. ഇയാൾ ചെറിയ അഡ്വാൻസും കൊടുത്തുകൊണ്ട് പോയി. അയാൾ പിന്നെ വന്നില്ല. സപ്ലയർ 1.5 ലക്ഷം റുപ്യക്ക് വന്നു, സാധനമായിട്ട് വന്നു. കടയിൽ നിന്ന് മാറിയിരുന്നു നമ്മളെ ജ്യേഷ്ഠന്. സപ്ലയർ അവിടെ നിൽക്കണം, കടയിൽ നിൽക്കാൻ പറ്റില്ല, സാധനം ഇറക്കണ്ടേ, കൈ എടുക്കണ്ടേ, യൂണിയൻകാർ കൈ എടുക്കണ്ടേ. അങ്ങനെ മാറി നിന്നിട്ട് അവസാനം ഞങ്ങളെ ചീത്ത പറഞ്ഞ് സപ്ലയർ കുറേ ചീത്തൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഇൻസൾട്ട് ചെയ്തിട്ടൊക്കെ പോയി. കാരണം ഓലി പറഞ്ഞിട്ട് കാര്യമില്ല, ലോഡിറ്റ് വന്നല്ലേ, ഞങ്ങൾക്കത് വാങ്ങിയേക്കാനുള്ള കാശില്ല. പിന്നെ കുറേ കാലത്തിന് ശേഷം ആ സ്ഥാപനങ്ങൾ വാങ്ങിയിട്ടാണ് സപ്ലൈറൊക്കെ ഓല സ്ഥാപനം വാങ്ങി. അന്ന് ഞങ്ങൾ ഓല ചീത്തയൊക്കെ മാറിയിരുന്ന സ്ഥാപനത്തിൽ നിന്ന് പിന്നീട് ഓല സ്ഥാപനം നമ്മൾ വാങ്ങി എന്നറിയാം. അപ്പോൾ നമ്മൾ ഇന്ന് ഏത് ലെവലിലാണോ എന്നുള്ളത് ഒരു ബിസിനസ്സുകാരനും ഒരു പരാജയപ്പെട്ടവർ സങ്കടപ്പെടേണ്ടതില്ല. നിങ്ങളെ കാത്തിട്ട് നല്ലൊരു ദിവസം വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കസ്റ്റമർ നമ്മൾ മറന്നിട്ടില്ല. അയാൾ ഞങ്ങളെ കസ്റ്റമറും അല്ല, ചീത്ത സമ്മാനിച്ചൊരു മഹാനാണ്, പക്ഷെ ഞങ്ങൾക്കൊരു പാഠം പഠിപ്പിച്ചൊരു മനുഷ്യനാണ്. പക്ഷേ അന്ന് ഞങ്ങളെ ഇൻസൾട്ട് ചെയ്ത് ഒരുപാട് ചീത്ത സംഭവം ഞങ്ങളൊക്കെ മിസ്റ്റേക്ക് പറ്റിയത് പറഞ്ഞു പോയ ആ ടീം ആരെ അണ്ടർസ്റ്റിമേറ്റും ചെയ്യരുത് മനസ്സിലായി. പിന്നീട് നമ്മൾ വാങ്ങാൻ. പിന്നെ അതേപോലെ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ടൈലല്ലാണ്ട് ഇപ്പൊ നിങ്ങൾ പുതിയ ഏതൊക്കെ ബിസിനസ്സുകളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് കറന്റ്ലി? എനിക്ക് തോന്നുന്നു ഹെൽത്ത് പ്രോഡക്ട്സ് എന്തൊക്കെ കുട്ടികൾ എന്തൊക്കെ ബോൺവിറ്റ അല്ലെ നിങ്ങളത്, അപ്പൊ അങ്ങനത്തെ അതിൽക്കൊക്കെ വരാനുള്ള പിന്നുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? സിൽവാന് ബിസിനസ് മെയിനായിട്ട് ബിൽഡിംഗ് മെറ്റീരിയൽസ് രംഗത്താണ്. ഈ സമയത്താണ് നമ്മളെ നാട്ടിൽ നിന്ന് ഒരു 32 വർഷമായിട്ടുള്ള ബ്രാൻഡാണ് ബേബി വിറ്റ. പ്രകൃതി നാച്ചുറൽ പ്രൊഡക്റ്റ്, പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത, കളറില്ലാത്ത, പ്രത്യേകിച്ച് ഡോക്ടറൊക്കെ ഉള്ള പ്രിസർവേറ്റീവ്സ് കളറില്ലാത്ത കുട്ടികൾക്ക് നമ്മളെ മുത്തശ്ശിക്കൂട്ട് ഉണ്ടാക്കി കൊടുത്ത് മുത്തങ്ങ, നവരേരി, അതുപോലെ തന്നെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ബനാനൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന പ്രൊഡക്റ്റ് മുത്തശ്ശിക്കൂട്ട് നമ്മളെ നാട്ടിൽ നിന്ന് ഒരാൾ ഉണ്ടാക്കി ചെയ്യുന്നതാണ്. അങ്ങനെ അവർ മുന്നോട്ട് പോകാൻ പറ്റാതായപ്പോൾ ഞങ്ങളെ ഷെയർ തന്നു. പിന്നെ അദ്ദേഹം ഇതിന്ന് റിസൈൻ ചെയ്യുന്ന കാലത്ത് മൊത്തത്തിൽ സിൽവാനെ ഏൽപ്പിച്ചു. ഇന്ന് 100% സിൽവാനാണ്. ആ സാധനം നമ്മളിന്ന് ന്യൂസിലാൻഡിലേക്കും UK-ലേക്കും GCC കയറ്റി അയക്കുന്നുണ്ട്. മാത്രമല്ല കേരളത്തിൽ നിന്നൊരു ബ്രാൻഡാണ്, ഇൻ്റർനാഷണൽ ബ്രാൻഡിനായിട്ടൊക്കെ വലിയ രീതിയിൽ അല്ലെങ്കിൽ പോലും കോമ്പീറ്റ് ചെയ്യാത്ത പ്രൊഡക്റ്റ്, നാച്ചുറൽ പ്രൊഡക്റ്റ്. ഇന്നിപ്പോൾ ആളുകൾ കുറച്ച് പാഷൻ ആണെങ്കിൽ പോലും വീട്ടുകാരൊക്കെ എന്തായിട്ടുണ്ട് കുറച്ചും കൂടെ ഒതൻറ്റിക് ആയിട്ട് അതായത് നല്ല നാച്ചുറൽ പ്രൊഡക്റ്റിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ബേബി വിറ്റയ്ക്ക് ഭയങ്കര മാർക്കറ്റ് ഉണ്ട്. എൻ്റെ കുട്ടിക്ക് നല്ലതേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ബേബി വിറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത അതിൽ പ്രിസർവേറ്റീവ്സ് ഇല്ല. എന്താ ബുദ്ധിമുട്ട്? നമ്മൾ ഒരു പാല് തിളപ്പിച്ചിട്ട് അല്ലെങ്കിൽ എല്ലാം ചൂടാക്കിയിട്ട് കുറുക്കണം. ഒരു 5 മിനിറ്റെങ്കിലും നമ്മളെ കുട്ടിക്ക് വേണ്ടി പണിയെടുക്കണം. മറ്റൊക്കെ നമ്മൾ ഇൻസ്റ്റന്റ് കട്ട് ചെയ്ത് ചൂടുവെള്ളത്തിൽ പറഞ്ഞ് കലക്കി കൊടുത്താൽ അത് എന്തൊക്കെ പറഞ്ഞാൽ കുട്ടിക്ക് എത്രത്തോളം കൂടെ ഉണ്ട് ഡോക്ടർമാരാണെങ്കിൽ ഡോക്ടറൊക്കെ ഇരിക്കുന്നതാണ് നമുക്കറിയാം. ഇത് പക്ക നാച്ചുറൽ. നമ്മൾ കുറച്ച് കുറുക്കിയിട്ട് ധാന്യപ്പൊടികളാണ്. ധാന്യപ്പൊടികൾ മോയ്സ്ചർ മൊത്തം ഒഴിവാക്കി കഴിഞ്ഞാൽ 18 മാസത്തോളം ഇരിക്കും ഒരു കേടില്ലാതെ. അത് നല്ല റിയൽ ആക്കിയിട്ട് 32 മാസമായിട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് ആവശ്യമില്ല. ഇപ്പം നമുക്ക് കുന്നം വായക്കാന്ന് പറയും മലബാർ ഏരിയയിൽ, മറ്റൊരുത്ത് കണ്ടം വായെന്ന് പറയും. അത് എല്ലാ സമയത്തും എല്ലാവർക്കും അവൈലബിൾ അല്ല. കുട്ടികൾക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ആകുന്ന സാധനമാണ്. അതൊക്കെ നല്ല വൃത്തിയിൽ കൊടുക്കുന്ന ഒരു ബ്രാൻഡായിട്ട് മാറി. അപ്പോൾ അതിലും ഞങ്ങളൊരു വിഷയം വെച്ചു. കാരണം ഞങ്ങൾക്ക് നമ്മൾ ഈ പണം, നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ ഒരേ സമയത്ത് 2 റോൾസ് റോയ്സ് കാറും 2
മൊബൈലും വാങ്ങാനുള്ള ഒരാൾ ആഗ്രഹമെങ്കിൽ അത് 2 കൂടുതൽ വാങ്ങാനുള്ള കാശ് കിട്ടി കഴിഞ്ഞാൽ അയാൾക്ക് സാറ്റിസ്ഫൈഡ് ആയി. 2 കൂടുതൽ വാങ്ങാനുള്ളത്. അപ്പോൾ ഇതിനൊരു പർപ്പസ് വെക്കണം. അപ്പോൾ ഞങ്ങൾ വെച്ച് ഞങ്ങൾ ഈ പോഷകാഹാരം ഇല്ലായിട്ടാണ് ലോകത്ത് മരണപ്പെടുന്ന 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കൂടുതലുള്ളത് മരണപ്പെടുന്നത്, പോഷകാഹാരം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു നമ്മൾ പോഷകാഹാരം വെക്കുന്നതാണല്ലോ, ഇന്ത്യയിൽ 2030 ഇന്ത്യയിലും ആഫ്രിക്കയിലായിട്ട് 1 മില്യൺ പാവപ്പെട്ട കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് പോഷകാഹാരം ഫീഡ് ചെയ്യുന്നുള്ളത്. ഇന്നിപ്പോൾ ഇന്ത്യക്കൊന്നും പോകണ്ട, സിറിയയിലും യമനിലൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലും ആഫ്രിക്കയിലൊക്കെ ചെയ്യുന്നതിന് പകരം ഇന്ത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തി. അതൊരു വിഷനാക്കി വെച്ചിട്ട് നമ്മൾ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പണിയെടുക്കുന്ന നമ്മളെ സ്റ്റാഫിനും അറിയാം ഞങ്ങൾ പണിയെടുക്കുന്ന ക്യാഷ് കൊടുക്കാൻ പോകുന്നത് മറ്റൊരു സൊസൈറ്റി. നമ്മളെ ആവശ്യത്തിന് ഒരു പേര അല്ല സുഹേ സാറേ, ഒരു പേര 2 ബുഗാട്ടി, എനിക്ക് ബുഗാട്ടി കേട്ടോ, 2 ബുഗാട്ടി. എത്ര പൈസ ഉണ്ടെങ്കിലും മാക്സിമം ഏറ്റവും പ്രീമിയം ഫുഡ് എത്ര കഴിക്കാൻ പറ്റുന്ന ലിമിറ്റ് ഉണ്ട്. ഷാരൂഖ് ഖാൻ പറഞ്ഞ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞത്, ഒരു സാധനം 2 വട്ടം ഒരു ചിക്കൻ ബിരിയാണി ഒരുമിച്ച് 2 വട്ടം ഒത്തു കഴിക്കാൻ കഴിഞ്ഞാൽ റിച്ചായി. ഒരു ചിക്കൻ ബിരിയാണി ഇഷ്ടപ്പെടുന്ന ആളാണ്, അതിലപ്പുറം ഒന്നും വയ്യല്ലോ. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിന് മണി എത്ര ഉണ്ടാക്കാം, പക്ഷെ അതിനൊരു പർപ്പസ് സെറ്റ് ചെയ്താലാണ് ആ മണിക്കൊരു വാല്യൂ ഉണ്ടാവുക. അതാണ് നമ്മൾ മനസ്സിലാക്കിയുള്ള ഒരു പാഠം. ഈ ബേബി വിറ്റ് അല്ലാതെ സിൽവാൻ ഇന്റീരിയർ, സിൽവാൻ ഇന്റീരിയർ ഉണ്ട്, സിൽവാൻ അതുപോലെ തന്നെ ഡിഫറെന്റ് മേഖലയിലേക്ക് മാറി. സിൽവാൻ ഇന്റീരിയർ, സിൽവാൻ AI ടെക് ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നേരത്തെ ഡോക്ടർ സംസാരിച്ചല്ലോ, അത് നമുക്ക് അതിലേക്ക് കിടക്കാം. അതിന് മുന്നേറ്റ് സിൽവാൻ ഇന്റീരിയർ മാർബിൾ ഉണ്ട്, സിൽവാൻ ഇലക്ട്രിക്കൽ ഉണ്ട്, അതുപോലെ തന്നെ സിൽവാൻ ഫർണിച്ചർ ഉണ്ട്. ചൈനയിലെ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് കമ്പനിയായിട്ട് കൊളാബറേഷൻ ചെയ്തിട്ട് ചൈനയിലെ ഓഫീസും ഇതൊക്കെ ഉണ്ട്, ഫാക്ടറിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളുടെ പല സിനിമാ നടന്മാരും വിദേശികളൊക്കെ അവിടുന്ന് വരും. കാനഡയിലും ഓസ്ട്രേലിയയിലും മറ്റേ യൂറോപ്പിലൊക്കെ ഉള്ള മലയാളീസ് ഇല്ലേ പോയി നിൽക്കുന്ന, അവരൊക്കെ അവിടെ വീട് വെക്കുമ്പോഴൊക്കെ നമ്മളടുത്തവിടെ വരും, നമ്മൾ സാധനം കൊടുക്കും. അവർ $ആകുമ്പോൾ അവർക്ക് കുറഞ്ഞ റേറ്റ് കിട്ടും, സാധനം സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചൈനയിൽ നിന്ന് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആഫ്രിക്കയിലെ 10 കൺട്രിയിൽ ഞങ്ങൾക്ക് പ്രസൻസ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് മേഖല. പിന്നെ സിൽവാൻ ഓപ്റ്റിക്കൽസ് മേഖല ഉണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, ചില ആൾക്കാർ പറയും നമ്മളൊരു ബിസിനസ്സിൽ ഫോക്കസ് ചെയ്ത് നിന്നാലാണ് ബിസിനസ് വളരുക. പക്ഷേ ഒരുപാട് ഏരിയകളിലേക്ക് പോകുമ്പോൾ നമുക്ക് എല്ലാത്തിലും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയില്ലേ. ഇപ്പം നിങ്ങളിത് ചെറിയ രീതിയിൽ റിലേറ്റ് ചെയ്യുന്ന ബിസിനസ്സുകളാണെങ്കിലും എന്നാലും ഇത്ര മൾട്ടി ബിസിനസ്സുകൾ എങ്ങനെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്ത് പോകും? ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു പരിധി വരെ ആദ്യം പറ്റൂലൊന്നും. ആദ്യം ഒരു പരിധി വരെ ഞാൻ പറഞ്ഞില്ല, വൈഫിൻ്റെ വീട്ടിൽ വിരുന്നിന് പോലും പങ്കെടുക്കാത്ത നമ്മളാണ്. ഇതൊരു സിസ്റ്റം ആകുന്നതോട് കൂടെ നമ്മൾ റിലാക്സ് ആവും. അപ്പോൾ പിന്നെ നമുക്ക് മാക്സിമം നമ്മൾ ഔട്ട്പുട്ട് എവിടെയൊക്കെ ചിലവാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങൾ ഒരു അംബർല ക്രിയേറ്റ് ചെയ്തതാണ്. ആദ്യം ഒരു സ്റ്റീലും ആഡ്വൈസ് ഉണ്ടായിരുന്നു, പിന്നെ ടൈൽസ്, സാനിറ്ററി, പിന്നെ CP ഫിറ്റിങ്സ്, പിന്നെ തൊട്ടപ്പുറത്ത് ലൈറ്റ്, ഇലക്ട്രിക്കൽ, പിന്നെ മാർബിള്, ഇതെല്ലാം കൂടെ കയറിയെല്ലാം ചെയ്ത് സെറ്റാക്കാനുള്ള ഇന്റീരിയർ ഫാക്ടറിയും ചെയ്തു. അപ്പോൾ ഒരു വീടിന്റെ ആഫ്റ്റർ പ്ലാസ്റ്ററിംഗ് ശേഷം മൊത്തം ഞങ്ങൾക്ക് പിന്നെ നമുക്ക് കിട്ടുന്നത് കസ്റ്റമറാണ്. ഇനി ഞങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കണമെങ്കിൽ ഒരു ഡോറും ലോക്കും വലിയ പ്രശ്നമില്ല, കസ്റ്റമർ തപ്പിപ്പോണ്ട, ഞങ്ങൾക്ക് പറ്റും. ഒരു പെയിന്റ് ഞങ്ങൾക്ക് ചെയ്യാം, കസ്റ്റമർ അത് റിലേറ്റഡ്. അതിന് എക്സ്പെൻസ് ഇതില്ല, നമുക്ക് പ്രത്യേകിച്ച് മാർക്കറ്റ് സ്റ്റഡി മറ്റു എക്സ്പെൻസ് ഒന്നുമില്ല, കസ്റ്റമർ ഡാറ്റ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഡിഫറെന്റ് മേഖലയിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ കിഡ്സിന്റെ ഇമ്പോർട്ടൻറ്റ് ഡ്രസ്സിൻ്റെത്, ഒപ്റ്റിക്കൽസ് ഒക്കെ, അത് നിങ്ങൾ പറയാൻ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ ഞങ്ങൾ ആ മേഖലയിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള, ചിലപ്പോൾ ഡോക്ടർ നല്ല എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ വെച്ചിട്ട് ഡോക്ടർ ടെക് അല്ലേ ചെയ്യുന്നുണ്ട്, ഡോക്ടർ എക്സ്പെർട്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് എത്ര എക്സ്പാൻഡ് ചെയ്യാനും വലിയ പ്രശ്നം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ടീമുണ്ട്. അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ നമ്മൾ ഷെയർ കൊടുത്തിട്ട് നമ്മൾ പല മേഖലയിലേക്കും ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ വിഷൻ, സിൽവാൻ്റെ വിഷനെ നേരത്തെ പറഞ്ഞത്, എൻ്റെ പേഴ്സണൽ വിഷൻ 2030 ആകുമ്പോഴത്തേനും അല്ലെങ്കിൽ ഞാൻ മരണപ്പെട്ടു പോകുന്നതിൻ്റെ മുന്നേ 1000 ആളുകൾ ഓണ്ടർപ്രണർ ആക്കിയിട്ട് മരിക്കുക എന്നുള്ളത് എൻ്റെ സ്വപ്നം. അല്ലാതെ ഞാനൊരു 10 ഹജ്ജ് ചെയ്യാന്നല്ല എൻ്റെ സ്വപ്നം. റിയാലിറ്റി പറയാണ്, എൻ്റെ സ്വപ്നം 1000. കാരണം എന്താ പറഞ്ഞാൽ ഞാൻ ഒരു ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് മാത്രമാണ്. ഞാനൊരു 1000 ആളുകളാക്കി കഴിഞ്ഞാൽ അത് മൂലം ഒരു സമൂഹം, ഒരു കുടുംബമൊക്കെ രക്ഷപ്പെടും. ഞാനൊന്നും ചെയ്യാത്തന്നെ എനിക്ക് എൻ്റെ നാഥൻ്റെ അടുത്ത് രക്ഷപ്പെടാൻ മാർഗമുണ്ടെന്ന് മനസ്സിലാക്കിയതാണ്. കാരണം ഈ നോമ്പ് സമയത്ത് മക്കയിൽ ഹറമിൽ ഇത്തികാഫ് ചെയ്യുന്നതിനെക്കാട്ടി കൂലിയാണ് നിന്റെ ഒരു സഹോദരൻ്റെ പ്രയാസം മാറാൻ വേണ്ടി സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുക എന്ന് പഠിച്ചാണ്. അപ്പോൾ ആ ഒരു പോളിസിയാണ്. ഒരു 1000 ആളുകളെങ്കിലും കേരളത്തിൽ മലബാർ ഏരിയയിൽ നിന്നുള്ള ആളുകളിലേക്ക് മാറ്റി. ഞാൻ ഒരു 10-15 ആളുകളെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അത് ഞാൻ 1000 ആക്കാനുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ ഭയങ്കര ഒരു നല്ല വിഷനാണ്. പക്ഷേ ഇതിലെന്തല്ലോ പലപ്പോഴും ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ്, നമുക്ക് അങ്ങനെ ആഗ്രഹമുണ്ട് നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ ഉയർത്തിക്കൊണ്ടുവരണം, ഓൻ എന്നിട്ടൊരു ബിസിനസ് തുടങ്ങണം എന്നൊക്കെ. പക്ഷേ ഇതിനുള്ള ക്ഷമയുള്ള ആൾക്കാരും കൂടി നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ അത് നടക്കുള്ളൂ എന്നിട്ട് ഞാൻ മനസ്സിലാക്കി. ചില ആൾക്കാർക്ക് തീരെ ക്ഷമ ഉണ്ടാവില്ല. ക്ഷമ ഉള്ള ഒരാൾക്ക് കൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ പറഞ്ഞ രീതിക്ക് കൊണ്ടുവരാൻ പറ്റും അല്ലേ? ബിസിനസ്സിലെന്നല്ല, ലൈഫിലെ ജനറേഷൻ്റെ ഒരു പ്രശ്നമാണ്. ഇപ്പൊ നമ്മള് ഫ്ലാറ്റ് ആവാൻ കാരണം ഞാൻ ക്ഷമിച്ചതുകൊണ്ടാണ്. അത് ക്ഷമമാണ്. അല്ല, അതോടൊപ്പം തന്നെ ഇപ്പൊ ഈ ബിസിനസ് ജേണിയിൽ ഒരുപാട് പിന്നെ ഫേസ് ചെയ്യേണ്ട കുറേ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും.
ശരിക്കും അതിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് ഒരു മൈൻഡ് സെറ്റ് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു? ബിസിനസ് ഒരു പാഷനാണ്. ഇപ്പോൾ ഡോക്ടർ നല്ല ഡോക്ടർ പറഞ്ഞ് എവിടെയെങ്കിലും ഒരു ക്ലിനിക്ക് ഇട്ട് മര്യാദക്ക് ജീവിക്കാം. ഡോക്ടർ എന്നുള്ള പേര് ടെലസ്കോപ്പ് വെച്ചിട്ട് ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യാം. ബിസിനസ് ഒരു പാഷനാണ്. എനിക്ക് ഡോക്ടർ ഉസേർ മാത്രമല്ല, എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളായിട്ട് ഡോക്ടർമാർ ഓണ്ടർപ്രണറിലേക്ക് വരുന്നുണ്ട്. എന്നോട് പറയും മുസ്തഫ എനിക്ക് ഓണ്ടർപ്രണർ ആവണമെന്ന് പറഞ്ഞാൽ, കാരണം ഓണ്ടർപ്രണർ വല്ലാത്തൊരു പാഷനാണ്. കാരണം നമ്മൾ ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കുകയാണല്ലോ, നമുക്ക് ഭയങ്കര രസമാണ്. നമ്മളെ കൂടെ വരുന്നവന് എൻ്റെ ഭയങ്കര രസം. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട്, അച്ചീവ് വിന്നേഴ്സ് എന്നിട്ട്. എൻ്റെ സ്റ്റാഫുകൾ കാർ എടുക്കുക, എൻ്റെ സ്റ്റാഫുകൾ iPhone 17 എടുക്കുക, എൻ്റെ സ്റ്റാഫുകൾ വീട് വെക്കലൊക്കെ ഞാൻ ഇടലുണ്ട്. എന്താ വെച്ചാൽ രസമല്ലേ? മിഞ്ഞാന്ന് വരെ കാറ് പോലും വാങ്ങാൻ പറ്റാത്തവന് നമ്മളവിടെ ഒന്ന് കാറ് വാങ്ങുകയാണ്. അപ്പോൾ നമ്മളെ കൂടെ വന്നിട്ട് നമ്മളെ പാർട്ട്ണർമാർ മറ്റുള്ളവന് പുതിയ കാർ ഇറക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ് വരുന്നത്. കാരണം ഞാൻ എടുത്തിങ്ങാണ്ട് നല്ല കാർ എടുത്തോണ്ട്, ഞാൻ ഉപയോഗിക്കാണ്ട് നല്ല കാർ എടുത്ത ആൾ എൻ്റെ സ്റ്റാഫുകളിലുണ്ട്. ഏറ്റവും ട്രെൻഡ് സാധനങ്ങൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്ക് സന്തോഷം വരണം. അപ്പോൾ ഈ ഡോക്ടറിനൊക്കെ ആ പാഷൻ ഇറങ്ങിയിരിക്കും. വരുമാനമാണെന്ന് ഒരു ഡോക്ടറാണെന്ന് കേരളത്തിൽ ഡോക്ടറായി കഴിഞ്ഞാൽ കാലാകാലം ജനുവരിക്കുള്ള വരുമാനമായി. അല്ല, ഇതൊക്കെ എനിക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പല ആൾക്കാർ ചോദിക്കണേ പഠിക്കേ കൂടെ. ഒരു ദിവസം എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എന്താ വെച്ചാൽ ഞാൻ ടെൻഷൻ അടിക്കണമായിരുന്നു. അപ്പൊ എന്തിനാണ് ഇത്, നിങ്ങൾക്ക് ജോലിക്ക് തന്നെ രണ്ടാമത് പോയിക്കൂടെ ചോദിച്ചതിനോട്. ഞാൻ പറഞ്ഞു എനിക്ക് ടെൻഷൻ അടിക്കണ ഇടയ്ക്കൊരു കിക്കാണായിരുന്നു. അപ്പൊ ഇന്നാളെ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ പറയുമ്പോൾ ആ കിക്ക് അനുഭവിച്ചുകൊടുക്കാറ്. അല്ല, ഞാൻ പറയാം, അതിൽ നിങ്ങൾ ത്രില്ല് കണ്ടെത്തുന്നത്. കാരണം മറ്റത് നിങ്ങൾ പഠിച്ചൊരു പാഷൻ്റെ കൂടെ ആ ജോലി നല്ലതാണ്, എന്നാൽ പോലും ഇത് നിങ്ങൾ ഒരുപാട് ആളുകൾക്ക് ഒരു അവസരം കൊടുക്കല്ലേ. നിങ്ങളിപ്പോൾ ഡോക്ടർക്ക് ചെയ്യുന്നതന്നെ ഒരുപാട് ആളുകൾ ഡോക്ടറാക്കാണ്. നിങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് രോഗികളെ മാറ്റാണ്, നിങ്ങളല്ലെങ്കിൽ വേറെ ആൾക്കാർ മാറ്റാനുണ്ട്. ഇപ്പോൾ അസുഖം മാറ്റാണ് അല്ലേ, ഇഷ്ടംപോലെ ആളുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന് 5 ആളുണ്ടാവും ഞാൻ പറയാൻ കാരണം. പക്ഷെ ഇപ്പൊ നിങ്ങൾ ആ നാട്ടിലേക്ക് ഒരുപാട് ഡോക്ടർമാരെ പഠിച്ചു വിടുകയാണ്. ഇവിടെ വലിയ എമൗണ്ട് കൊടുത്ത് പഠിക്കാൻ പറ്റാത്ത അവസരം ഇല്ലാത്തവർക്കൊക്കെ നിങ്ങൾ ഓപ്ഷൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ചെയ്യുന്ന 100 ഓണ്ടർപ്രണർ 1000 ഓണ്ടർപ്രണർ ഉണ്ടാക്കുന്ന പോലെ തന്നെ നിങ്ങൾ 1000 ഡോക്ടർമാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നിങ്ങൾ ചെയ്യുന്നത് നല്ലൊരു വിഷയം. അപ്പൊ നിങ്ങൾ ഓണ്ടർപ്രണർ മേഖലയല്ലേ ഏറ്റവും നല്ലത്. അല്ല, എനിക്ക് എന്താ പറയുക, നിങ്ങൾ ഈ പറഞ്ഞ നമ്മള് ഈ ട്രാവലിങ്ങും ഇതൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. 10-35 രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്യും. ഇതാവുമ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ പറഞ്ഞ യൂണിവേഴ്സിറ്റികളും ഇതൊക്കെ ട്രാവലിങ്, അതിന്റെ ഒരു പാഷൻ. പിന്നെ ഞാൻ ഇനീഷ്യലി പ്രാക്ടീസ് ചെയ്തപ്പോൾ ഈ രാവിലെ 9 മുതൽ രാത്രി 10 വരെ ഇരിക്കുന്ന ഒരു പരിപാടിക്ക് തീരെ നടക്കണില്ല. ഒരു 2 കൊല്ലമൊക്കെ ഞാൻ പോയി. പിന്നെ ഇതെങ്ങനെ മനസ്സിലാക്കി കൊടുത്തു വെച്ച് കഴിഞ്ഞാല്, ഒരു പ്രാവശ്യം സ്റ്റാർബക്സിൽ പോകാൻ പ്ലാൻ ഇട്ട് വൈഫും ഞാനും കൂടി. അപ്പം ഓക്കെ സ്റ്റാർബക്സ് പോകാൻ കോഴിക്കോട് സ്റ്റാർബക്സ് പോയി. അപ്പം ബില്ല് 3700 ബില്ല് വന്ന് അവര് 3 കൊല്ലം മുമ്പ്. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, ഇന്ന് എനിക്ക് കിട്ടിയ പൈസ എന്ന് പറഞ്ഞാൽ 4500 ഇന്ന് എനിക്ക് ക്ലിനിക്കിൽ ഇരുന്നിട്ട് കിട്ടിയ പൈസ 4500. ഞാൻ ഇന്ന് ഇവിടെ 3700 സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പോവാണെങ്കിൽ എനിക്ക് 1 ഡേ എനിക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1 ഡേ സ്പെൻഡ് ചെയ്യാനുണ്ടാവുള്ളൂ. ഈ സ്റ്റാർബക്സ് ഒന്നും നടക്കൂല, നമുക്ക് തട്ടുകട നടക്കുള്ളൂ. അപ്പൊ അതല്ലെങ്കിൽ എന്ത് ചെയ്യണോ, ഓണ്ടർപ്രണർ ആവണം, ബിസിനസ് ചെയ്യണം. അന്ന് എനിക്ക് ഈ ബിസിനസ് ഉണ്ട്, പക്ഷെ ഞാൻ ഇത് തെളിയിച്ചു കൊടുക്കും മനസ്സിലാവുള്ളൂ. അതിനുശേഷം നമുക്ക് മാഷാള്ള നല്ല സപ്പോർട്ടാണ്. പക്ഷെ ഈ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് സുഖം. മൂപ്പർക്ക് അറിയാം, നമ്മുടെ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ട്രാവലിംഗ് തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ വളരെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചെത്തുള്ളൂ. അടുത്ത പ്രത്യേകിച്ച് പറയണം. പക്ഷെ മൂപ്പരിന്റെ കൂടെ ഉള്ളതുകൊണ്ട് മൂപ്പര് ഇപ്പൊ അങ്ങനെ തന്നെയാണ്. ഏകദേശം പാലക്കാട് പോലെ 2 ദിവസമായിട്ടേ തിരിച്ചു പോകുള്ളൂ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് മൂപ്പരെ വൈഫാണെങ്കിലും എന്റെ വൈഫും നിങ്ങളെ വൈഫൊക്കെ ആ ഒരു സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരൊരു വെഡിങ് ആനിവേഴ്സറി ആണെങ്കിൽ വിദേശത്ത് പോകാൻ നമുക്ക് പറ്റുന്നത് നമുക്ക് ഒരു ഓണ്ടർപ്രണറോ ഒരു ബിസിനസ്സുകാരനോ ആകുന്നതുകൊണ്ടാണ്. മറ്റൊക്കെ ഒരു പരിമിതി. കാരണം എന്ന് പറഞ്ഞാൽ ഉറക്കം ഊണില്ലാതെ രാത്രി 10 ഡോക്ടർമാർ സർവീസ് ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ മിഞ്ഞാന്ന് എന്റെ കുട്ടിക്ക് പല്ലുവേദന എന്നിട്ട് ഒരു ഡോക്ടർ തറാവിക്ക് പോണതിന് മുന്നേ ഓടി വന്നു. എന്റെ സ്നേഹിതനാണ്. എന്നിട്ട് ആ പല്ലുവേദനക്കുള്ള മരുന്നൊക്കെ കൊടുത്തിട്ട് ഓടി തറാവിക്കും പോയി. കാരണം അവർക്ക് ആ കിട്ടിയ 200 രൂപ, അത് 200 വന്നല്ലോ വന്നിട്ടുള്ളത് ആ ഒരു സർവീസ് അതുണ്ട്. പക്ഷെ നമ്മൾ അത് മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒതുങ്ങിപ്പോകും. ഇപ്പൊ നിങ്ങൾ ഒരുപാട് മേഖലയിലേക്ക് കണക്ടിവിറ്റി കിട്ടി. കുറെ ആൾക്കാരെ നമുക്ക് ബിസിനസ്സിൽ കണക്ടിവിറ്റിയാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കുറെ ആൾക്കാരെ കാണുന്നത്, കുറെ ആൾക്കാരെ പരിചയപ്പെടുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഇന്ന് നിങ്ങളെ കേട്ടിട്ടുണ്ട്, നിങ്ങളെ പറ്റി അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇന്ന് നമ്മൾ സംസാരിച്ചു. ഇപ്പൊ നാളെ നിങ്ങൾ ഇന്ന എവിടെയെങ്കിലും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ആളെന്ന് മനസ്സിലാവും. അതാണ് ഏറ്റവും വലിയ കാര്യം. അല്ലെങ്കിൽ ഇന്നെ പറ്റി നാളെ നിങ്ങൾ എടുത്ത് ആരെ ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. എനിക്കും അവസ്ഥയാണ്. ഞാൻ എന്റെ ഡോക്ടർമാരെ സ്റ്റോറിയിലേക്ക് ഒരു ഡോക്ടർ ഉസേറും കൂടെ കയറി വന്നു. ഇതില് സുഹൈൽ ഡോക്ടർ ഉള്ള പോലെ ഈ ഒരു കണക്ടിവിറ്റിയും ഈ സ്നേഹവും ഇതൊക്കെയാണ് നമ്മള് മെയിൻലി എക്സ്പെക്ട് ചെയ്യണത്.